പോയി. സ്ക്രീൻ ഇപ്പൊ ഓക്കെയാണ് ഫാത്തിമ. അല്ലേ? ഓക്കെ ഇപ്പൊ പെർഫെക്റ്റ്. ഓക്കെയാണ്. ഓക്കെ, സോ ഒന്നുകൂടെ ഗുഡ് ഈവനിങ് എവ്രി വൺ. എൻ്റെ പേര് ഫാത്തിമ മെഹക് അദ്ഹം എന്നാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് BA ഇന്റർനാഷണൽ റിലേഷൻസ് ആണ്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്നാണ് ചെയ്തിട്ടുള്ളത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള. കറന്റ്ലി ഞാൻ 2 മാസ്റ്റേഴ്സ് ചെയ്യുന്നുണ്ട്. അതിലിപ്പോൾ ഒരു മാസ്റ്റേഴ്സ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എറാസ്മസ് മെൻഡസ് നോഹ ജോയിന്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഇന്റർനാഷണൽ ഹ്യൂമനിറ്റേറിയൻ ആക്ഷൻ. സോ എന്താണ് എറാസ്മസ് എന്ന് പറയുന്നത്? എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പൊ കുറച്ചുകൂടെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്താണ് എറാസ്മസ് എന്ന് പറയുന്നത്. ഇത് യൂറോപ്യൻ യൂണിയന്റെ ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ആണ്. ഇതിൽ ജോയിന്റ് മാസ്റ്റേഴ്സ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 8 യൂണിവേഴ്സിറ്റീസ് ഒരുമിച്ച് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്. സോ ഞാൻ ഈ ഒരു പ്രോഗ്രാം പഠിച്ചു കഴിയുമ്പോൾ എനിക്ക് 8 യൂണിവേഴ്സിറ്റീസിന്റെ കൂടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് കിട്ടുന്നത്. അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി, ജോയിന്റ് മാസ്റ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ എറാസ്മസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ശരിക്കും മാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ബാച്ചിലേഴ്സ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ യൂണിവേഴ്സിറ്റിയിലായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പക്ഷേ ഈ ഒരു എറാസ്മസിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഞാൻ ഒരു 3 യൂണിവേഴ്സിറ്റി എങ്കിലും മിനിമം പഠിക്കും, മാക്സിമം 4 യൂണിവേഴ്സിറ്റി. ഇപ്പൊ എന്റെ പ്രൊഫൈല് പറയുകയാണെങ്കിൽ എന്റെ ഫസ്റ്റ് സെമസ്റ്റർ ഞാൻ ചെയ്തിട്ടുള്ളത് പോളണ്ടിലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് വാൾസോ. സെക്കൻഡ് ഞാൻ ചെയ്തിട്ടുള്ളത് നെതർലൻഡ്സിലാണ്, യൂണിവേഴ്സിറ്റി ഓഫ് ഹോണിങ്കൻ. അതിന് മുൻപ് എനിക്കൊരു ഇന്റൻസീവ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു 1 വീക്ക് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് റുഹുർ ബൊക്കും യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ജർമ്മനിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഇനി അടുത്തത് എന്ന് പറയുന്നത് എനിക്ക് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ വർക്ക് പ്ലേസ്മെന്റ് ആണ്. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ യൂറോപ്പിന്റെ പുറത്തുള്ള വേറൊരു രാജ്യത്ത് പോയിട്ട് പഠിക്കാം. അതിലിപ്പം നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്കൊരു റീജിയൻ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ സൗത്ത് ഏഷ്യ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ ടിസ് ഉണ്ട്. ഇതല്ല ഇനിയിപ്പം US ആണെങ്കിൽ നമുക്ക് ഫോർത്തം യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ന്യൂയോർക്കിലുള്ള ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇനി ആഫ്രിക്കയിലാണെങ്കിൽ അവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. ലാറ്റിൻ അമേരിക്കയിൽ പോയിട്ട് പഠിക്കാം. ഇതല്ല തായ്ലൻഡിൽ പോയിട്ട് പഠിക്കാം. ഇനി ഇതൊന്നുമല്ല മിഡിൽ ഈസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് എങ്കിൽ നമുക്ക് ജോർദാൻ ഉണ്ട്, അതേപോലെ തന്നെ ഖത്തർ ഉണ്ട്. സോ ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് വർക്ക് പ്ലേസ്മെന്റ് ആണ്. സോ ഞാൻ ഇപ്പൊ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി നമ്മൾ തിരിച്ച് നമ്മളുടെ ഹോം യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ വരും. ഞാൻ തിരിച്ചു പോവുക ഫോർത്ത് സെമസ്റ്ററിൽ വാർസോയിലേക്കാണ്, യൂണിവേഴ്സിറ്റി ഓഫ് വാർസോയിലേക്ക്. സോ ഇതാണ് എൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പാർഷ്യലി ഫണ്ടഡ് സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ നിന്ന് 1-2 കുട്ടികൾക്ക് മാത്രമാണ് ഈ പ്രോഗ്രാമിന് സെലക്ഷൻ കിട്ടുന്നത്. അതാണ് വേറൊരു പ്രത്യേകത. ലൈക്ക് ത്രൂ ഔട്ട് ദ വേൾഡിൽ ഇതുപോലെ തന്നെയാണ്, 1-2 കുട്ടികൾക്കായിരിക്കും ഒരു കൺട്രിയിൽ നിന്ന് ഇതിൽ സെലക്ഷൻ കിട്ടുക. ഇനി എന്താണ് ഇന്റർനാഷണൽ ഹ്യൂമനിറ്റേറിയൻ ആക്ഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കുറച്ചുകൂടെ ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അത്ര ഫെമിലിയർ അല്ല. ലൈക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പുറത്ത് നോക്കിയത് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ. ഇപ്പൊ ഞാൻ ഈ IR ആണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സോ ഫാത്തിമയുടെ കണക്ഷൻ പോയതാണോ? ഓഡിബിൾ അല്ല. പ്രൊവൈഡ് ചെയ്യാം. ഫാത്തിമ കണക്ഷൻ പ്രോബ്ലം ഉണ്ടോ? കുറച്ചേരം കട്ടായി. എവിടെ കട്ടായതെന്ന് പറയോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ്. എവിടെ കട്ടായെന്ന് പറയുന്നത്? ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്യും. ഒരു 30 seconds. ഇവിടം വരെ ഞാൻ പറഞ്ഞത്. തിരിച്ചു പോകുന്നത് അവിടെ ഇന്റർനാഷണൽ ഹ്യൂമാനിറ്റേറിയൻ ആക്ഷനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോഴാണ് പോയത്. ഓക്കെ, സോറി കേട്ടോ, ഇതിന് ലൈക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ. സോറി ഫോർ ദാറ്റ്. നിങ്ങൾ പറഞ്ഞാൽ മതി എവിടെയാണ് കണക്ഷൻ പോകുന്നത് നോക്കി, അപ്പൊ ഞാൻ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്തോളാം. ഓക്കെ, പെർഫെക്റ്റ്. സോ ഹ്യൂമനിറ്റേറിയൻ ആക്ഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പിന്നെ ഇന്ത്യയിൽ ഈ ഒരു കോഴ്സ് ഞാൻ അധികം എവിടെയും കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയും ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നില്ല. കാരണം ഇന്ത്യയിൽ നമ്മൾ കുറച്ചുകൂടെ സോഷ്യൽ വർക്ക്, ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ലെവലിലുള്ള സോഷ്യൽ വർക്കിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ സെക്ടറിലാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അല്ല, മെയിൻ കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ വലിയ വലിയ ക്രൈസിസുകളും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. സോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കുറച്ചുകൂടെ പഠിക്കുന്നത് ഒരു ആംഡ് കോൺഫ്ലിക്ട് അല്ലെങ്കിൽ വലിയ വലിയ ഡിസാസ്റ്ററും കാര്യങ്ങളൊക്കെ വരുമ്പം ഫീൽഡ് പോയിട്ട് എങ്ങനെ എയ്ഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നു, അല്ലെങ്കിൽ പീസ് മേക്കിംഗ്, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ, ഇങ്ങനത്തെ ഏരിയാസ്, അല്ലെങ്കിൽ റെഫ്യൂജി ക്രൈസിസിൽ നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഇങ്ങനത്തെ കുറച്ച് ഒരു ഇന്റർനാഷണൽ ഗ്ലോബൽ ലെവലിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. നമ്മൾ ലൈക്ക് സോഷ്യൽ വർക്കിൽ ലൈക്ക് എന്താ പറയാ ലോക്കൽ ലെവലിൽ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ ഒരു വലിയ ലെവലിൽ ഗ്ലോബൽ ആയിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ ഇതിൽ പഠിക്കുന്നത്. സോ ആസ് ഐ ടോൾഡ് ബിഫോർ, നമ്മുടെ ഇന്ത്യയിൽ ഒരു യൂണിവേഴ്സിറ്റീസ് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനൊരു നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇപ്പൊ ഞാൻ പഠിക്കുന്നത്. കാരണം IR ഉണ്ട്, പിന്നെ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പേപ്പർ എനിക്ക് വരുന്നുണ്ട്, മാനേജ്മെന്റ് ഉണ്ട്, ലോ ഉണ്ട്, ആന്ത്രപ്പോളജി ഉണ്ട്, പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ട്. അങ്ങനെ ഒരു ഡൈവേഴ്സ് ഗ്രൂപ്പ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് എൻ്റെ ഒരു കോഴ്സിൽ വരുന്നത്. സോ അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ചോദിക്കാം, അല്ലെങ്കിൽ ഇനി നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. ആർക്കെങ്കിലും ഉണ്ടോ?
ഇങ്ങനൊരു ട്രാക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ് IR കഴിഞ്ഞിട്ട്? അയാളില് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു പീസ് മേക്കിംഗ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസുകളെ കുറിച്ചിട്ട് ഒരുപാട് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ തീസിസ് എന്ന് പറയുന്നത് ദി ഇമ്പാക്ട് ഓഫ് ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ് ഓൺ ഹ്യൂമൻ ഇൻ സബ് സഹാറൻ ആഫ്രിക്ക. അപ്പൊ നമുക്കറിയാം ആഫ്രിക്കയിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലത്തെ എന്താ പറയാ റെഫ്യൂജി ക്രൈസിസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പിന്നെ ആംഡ് കോൺഫ്ലിക്റ്റുകളും അല്ലെങ്കിൽ നാച്ചുറൽ ഡിസാസ്റ്ററും കാര്യങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത് ആഫ്രിക്കയിലാണ്. അപ്പം എനിക്ക് കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് അതിലേക്ക് പോകണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ തീസിസ് ചെയ്ത സമയത്താണ് എനിക്ക് അതിലേക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് റീജിയനും ഞാൻ ആഫ്രിക്ക ഫോക്കസ് ചെയ്തിട്ടാണ് എന്റെ എല്ലാ വർക്ക്സും ഭയങ്കര ആരെന്തോ പറഞ്ഞോ സുബൈർ? ഫാത്തിമ കണ്ടിന്യൂ ചെയ്തോളൂ. സോ മെയിൻ ആയിട്ട് എന്റെ തീസിസിന്റെ ഒരു കാരണം കൊണ്ടും പിന്നെ ഇത് കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. ഒരു പീസ് മേക്കിംഗ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ലെവലിലേക്കൊക്കെ പോകണം. എസ്പെഷ്യലി നമ്മളുടെ ഇന്ത്യ പാക് ഇഷ്യൂ ഒക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. സോ ഞാൻ ഓൾറെഡി ഒരു കാശ്മീർ ജേണൽ എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ലെവലിലേക്കൊക്കെ കുറച്ചുകൂടെ എൻ്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ഇതിനെ കുറിച്ചൊരു അക്കാഡമിക്കൽ ലെവൽ നോളജ് വേണമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചൂസ് ചെയ്തത്. താങ്ക് യു. എന്നാ ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലേക്ക് മൂവ് ചെയ്യട്ടെ. യെസ് പ്ലീസ്. ഓക്കെ, സോ ഇതൊന്നുമില്ല, നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത് ജസ്റ്റ് ഞാനൊരു ടേബിൾ ഓഫ് കോണ്ടന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്തുകൊണ്ട് വൈ വി ആർ സ്റ്റുഡൻസ് ആർ ചൂസിങ് ടു സ്റ്റഡി ഇൻ അബ്രോഡ് എന്ന് പറയുന്ന ജനറൽ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് ദെൻ ഞാനൊരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, സ്റ്റഡിങ് ഇൻ അബ്രോഡ് വേഴ്സസ് സ്റ്റഡിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കോഴ്സ് സെലക്ഷൻ, അതേപോലെ തന്നെ കൺട്രി സെലക്ഷൻ, പിന്നെ എലിജിബിലിറ്റി, കുറച്ചൊരു ജനറൽ ആയിട്ടുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ്, പിന്നെ വിസ പ്രോസസിംഗിന്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ സ്കോളർഷിപ്സിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ എയ്ഡിനെ കുറിച്ചിട്ടോ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് മെയിൻ മിസ്റ്റേക്സ് ദാറ്റ് സ്റ്റുഡൻസ് മേക്സ് വൈൽ അപ്ലൈങ്, ആൻഡ് ദെൻ സം ഓഫ് ദി റിലയബിൾ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ, ആൻഡ് ഫൈനലി ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ചിട്ട്. Okay, so first of all, why is studying abroad becoming a trend? ഇത് ഞാൻ കുറച്ചുകൂടെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നിന്നാണ് ഇത് ആൻസർ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ മീ ബീങ് എ പേഴ്സൺ ഹു ഇസ് സ്റ്റഡിങ് അബ്രോഡ്, ഞാൻ എന്തുകൊണ്ടാണ് പുറത്തുപോയി പഠിക്കുന്നത്, ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് എന്നുള്ള ബേസിലാണ് ഞാൻ ഇത് ആൻസർ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് വി ഓൾ നോ ദാറ്റ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷനും അതുപോലെ തന്നെ റിസർച്ച് ഓപ്പർച്യൂണിറ്റീസും എനിക്ക് ഈ പുറം രാജ്യങ്ങളിൽ കൂടുതലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ കോഴ്സിലാണെങ്കിൽ തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് പ്രസ്റ്റീജും കോമ്പറ്റേറ്റീവ് എഡ്ജും ആണ്. അപ്പം നമ്മൾ പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിറങ്ങുമ്പം കുട്ടികൾക്ക് കിട്ടുന്ന ഒരു എക്സ്പോഷർ, അല്ലെങ്കിൽ എന്താ പറയുക, ഓൾമോസ്റ്റ് നമ്മൾ ഒരു ഫസ്റ്റ് 100 വരുന്ന ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഒക്കെ വരുന്നത് ഇന്ത്യന്റെ പുറത്താണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. സോ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് നിന്ന് പഠിച്ചിറങ്ങാൻ പറ്റുക, അല്ലെങ്കിൽ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു എന്താ പറയുക റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ബെറ്റർ കരിയർ പ്രോസ്പെക്ട്സ് ആണ്. ഇപ്പം പുറത്തുള്ള ഒരു ടോപ്പ് വോയിസ് കട്ടാണ്. ലെറ്റ്സ് വെയിറ്റ്. ഹലോ ഫാത്തിമ, മിസ് ആയിട്ടുണ്ട് കുറച്ച് 2 പോയിന്റ് മിസ് ആയിട്ടുണ്ട്. നെറ്റ്വർക്ക് ഒന്ന് കണക്ട് ചെയ്ത് നോക്കണം. വേണ്ട ഒന്നുകൂടി ട്രൈ ചെയ്തോളൂ, ഒന്നും കൂടെ ട്രൈ ചെയ്തോക്കെ, ഇനി ഇഷ്യൂ വരികയാണ് ചെയ്യാം. ഒന്നുകൂടെ പറഞ്ഞാൽ മതി, ഞാൻ കണക്ട് ചെയ്യാം. തേർഡ് പോയിന്റ് മുതൽ ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തോളൂ. ബെറ്റർ കരിയർ പ്രോസ്പെക്ട്. ഓക്കെ, ബെറ്റർ കരിയർ പ്രോസ്പെക്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പഠിച്ച് നമ്മൾ ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ഒരു പുറത്തുള്ള ഒരു രാജ്യത്ത് നിന്ന് പഠിച്ചിറങ്ങുകയാണെങ്കിൽ ഇന്ത്യ കമ്പയർ ചെയ്യുമ്പോൾ ചില സെക്ടറിൽ കുറച്ചുകൂടെ നല്ല നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയാ അവിടെ തന്നെ നമുക്ക് ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കൂടുതലായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഈസ് ഹൈ കമ്പയറിംഗ് വിത്ത് ആ കൺട്രി. എസ്പെഷ്യലി നമ്മൾ ഇപ്പൊ കൂടുതൽ കുട്ടികളും ചൂസ് ചെയ്യുന്നത് യൂറോപ്പ്, US, UK, കാനഡ പോലത്തെ കൺട്രീസ് ആണ്. കാരണം ദ ലിവിംഗ് സ്റ്റാൻഡേർഡ് ഇസ് വെരി ഹൈ. പിന്നെ എന്ന് പറയുന്നത് വൈഡ് വെറൈറ്റീസ് ഓഫ് കോഴ്സസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒരു മെയിൻ സ്ട്രീം ആയിട്ടുള്ള കോഴ്സുകളാണ് കൂടുതൽ കൊടുക്കുന്നത്, പക്ഷെ അവിടെ കുറച്ചുകൂടെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കോഴ്സസ്. ബെസ്റ്റ് എക്സാമ്പിൾ എൻ്റെ കോഴ്സാണ്. ഇതുപോലത്തെ ഡിഫറെന്റ് വെറൈറ്റി ഓഫ് കോഴ്സസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കംസ് ദ പേഴ്സണൽ ഗ്രോത്ത് ആൻഡ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ പുറത്ത് പോയിട്ട് പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ വെരി ബിഗ് ടാസ്ക് ആക്ച്വലി. ഇപ്പം എനിക്ക് പേഴ്സണലി ഞാനൊരു സിംഗിൾ ചൈൽഡ് ആണ്. ഇപ്പം എന്താ പറയാ എന്റെ കാര്യങ്ങളൊക്കെ എന്റെ വീട്ടുകാരാണ്. ഇപ്പൊ ഒരു ബാങ്കിൽ പോകുന്ന കാര്യങ്ങളാണെങ്കിലും ഒരു എന്താ പറയാ ഗവൺമെന്റ് ഓഫീസിൽ പോയി ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിലും ഒക്കെ വീട്ടുകാർ തന്നെയാണ് ചെയ്തു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഞാൻ പുറത്ത് പോയതിനു ശേഷം A to Z കാര്യങ്ങളും ഞാൻ സ്വന്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ വേറെ ആരും ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാവില്ല. അറ്റ് സം പോയിന്റ് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. അപ്പം
അതുകൊണ്ടൊക്കെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വളർന്ന അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് വരുന്ന ഒരു പേഴ്സണൽ ഗ്രോത്തും ഒരു ഇൻഡിപെൻഡൻസും ഉണ്ട്. അതാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ ഇംപ്രൂവിങ് ലാംഗ്വേജ് ആൻഡ് സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമല്ല. ഇപ്പം പല രാജ്യങ്ങളിലും പല ലാംഗ്വേജസ് ആയിരിക്കും അവർ ലൈക്ക് സംസാരിക്കുന്നുണ്ടാവുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പോളണ്ടിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് സെമസ്റ്റർ. അവിടെ പോളിഷ് ആണ് കൂടുതലും സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ടെങ്കിലും അവർ പോളിഷ് മാത്രമേ സംസാരിക്കുള്ളൂ. സോ അറ്റ് സം പോയിന്റ് ഇറ്റ് വാസ് വെരി ചാലഞ്ചിങ് ഫോർ മീ. അപ്പം കുറച്ച് ബേസിക് ആയിട്ടുള്ള ലാംഗ്വേജും കാര്യങ്ങളെങ്കിലും പഠിക്കണം. അപ്പം നമ്മൾ പുതിയതായിട്ട് ഒരു ഭാഷ പഠിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെ നമ്മളുടെ എന്താ പറയുക ഫെലോ ബീങ്സിന്റെ കൂടെ സംസാരിച്ചിട്ട് ഇംപ്രൂവ് ആവുന്നു, നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഇംപ്രൂവ് ആവുന്നു എല്ലാവരുമായിട്ട് ഇടപെട്ടിട്ട്. ആൻഡ് ഫൈനലി ആക്സസ് ടു സ്കോളർഷിപ്സ്, അതേപോലെ തന്നെ ഫെലോഷിപ്പ് ഓപ്പർച്യൂണിറ്റീസും കമ്പയറിംഗ് വിത്ത് ഇന്ത്യ കൂടുതലാണ്. അപ്പൊ ഞാൻ ഇതേ പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ എന്താ പറയാ കുറച്ചുകൂടി ഒരു ആസ്പെക്ട് എന്ന് പറയുന്ന ഒരു കോളം ആഡ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ കമ്പയറിംഗ് വിത്ത് അബ്രോഡ് ഇന്ത്യയിൽ കുറവാണെന്ന് പറയാം. പക്ഷെ എന്നാലും ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ കറന്റ്ലി ഒരു ലാസ്റ്റ് 5 ഇയർ ഒക്കെ ആയിട്ട് ഇവിടുത്തെ എന്താ പറയാ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ആണെങ്കിലും കട്ടിംഗ് എഡ്ജ് ഫെസിലിറ്റീസ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് കൂടുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഇനിയും ഇംപ്രൂവ്മെന്റ് വരാനുണ്ട്. ബട്ട് അബ്രോഡിൽ ലൈക്ക് ഓൾറെഡി ഓൾമോസ്റ്റ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുറച്ച് കൺട്രീസിലൊക്കെ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസും റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഒരു കുട്ടി പെട്ടെന്ന് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക, ഒരു ഫസ്റ്റ് അവരുടെ പ്രിഫറൻസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് കാണാൻ എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് ഇങ്ങനെ പറയും ഓക്കെ അത് കാണാൻ നന്നായിട്ടുണ്ട്, സോ അത് നല്ലൊരു യൂണിവേഴ്സിറ്റി ആണെന്ന് പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പല കുട്ടികൾക്കും ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. ദെൻ കംസ് എ കോഴ്സ് ഡൈവേഴ്സിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈക്ക് ഇന്ത്യയിൽ കൂടുതലും ഒരു മെയിൻ സ്ട്രീം ഫീൽഡുകളൊക്കെ തന്നെയാണ് അവർ ഇപ്പോഴും ഓഫർ ചെയ്യുന്നത്. അതിന്റെ ഉള്ളിലുള്ള ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള സബ്ജക്ട്സിനെ കുറിച്ചിട്ട് ഇപ്പോഴും എന്താ പറയാ കുറവാണ് കോഴ്സുകൾ അവർ ഓഫർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടീച്ചിങ് മെത്തഡോളജിയാണ്. പിന്നെ ആസ് വി ഓൾ നോ ദാറ്റ് ഇവിടെ കുറച്ചുകൂടെ വളരെ തിയററ്റിക്കൽ ആയിട്ടുള്ള ഒരു എക്സാം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ലേണിംഗ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് ഇപ്പം ഞാൻ പഠിച്ചത് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പ്രാക്ടിക്കൽ ആണ്. ഇപ്പം ഞാൻ സോഷ്യൽ സയൻസ് ഫീൽഡിൽ നിന്ന് പോയ ഒരാളാണെങ്കിൽ പോലും ഇപ്പം നമുക്ക് കൂടുതൽ തോന്നുന്ന ഒരു കാര്യമാണ് സയൻസ് ഫീൽഡിൽ നിന്ന് പോകുന്ന കുട്ടികൾക്കാണ് കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് അവർ കുറച്ചുകൂടി ഈ ആർട്സ് ഫീൽഡിൽ പോകുന്ന കുട്ടികൾക്ക് പോലും വളരെ പ്രാക്ടിക്കലും ഇന്ററാക്റ്റീവും ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ടീച്ചിങ് മെത്തേഡ് ആണ് അവർ ഫോളോ ചെയ്യുന്നത്. എക്സാം ബേസ്ഡ് ആയിരിക്കില്ല മാർക്സ് കൂടുതലും അവർ നൽകുന്നത്, ലൈക്ക് പ്രൊജക്ട് ഡ്രിവൺ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലേണിംഗ് ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്പോഷർ ആണ്. ഓഫ് കോഴ്സ് നമ്മളിപ്പോൾ ഇവിടെ പഠിച്ചാൽ കുറച്ചുകൂടെ ഒരു നാഷണൽ ലെവലിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം എക്സ്പോഷർ കിട്ടും. ഇപ്പം എന്നാലും ഇന്റർനാഷണൽ ലെവലിലുള്ള പല കമ്പനീസ് വന്നിട്ട് ക്യാമ്പസ് ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്നാലും ഇറ്റ് ഇസ് സ്റ്റിൽ ഗ്രോയിങ്. ആ ഒരു കമ്പയറിംഗ് വിത്ത് വെസ്റ്റേൺ കൺട്രീസ് ആ ഒരു ലെവലിലേക്ക് ഇപ്പോഴും ഇന്ത്യ എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ബട്ട് അബ്രോഡിലാണെങ്കിൽ ഇപ്പൊ പല സെക്ടറിന്റെയും മെയിൻ ആയിട്ടുള്ള ഹെഡ് ക്വാർട്ടേഴ്സ് ഇപ്പം ഞാൻ പഠിക്കുന്ന IR അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ UN റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഓർഗനൈസേഷൻസിന്റെയും ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് യൂറോപ്പിലാണ്. അതേപോലെ തന്നെ ഇപ്പം മാനേജ്മെന്റ് പഠിച്ച് ബിസിനസ്സിലേക്ക് പോകാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയൊക്കെയാണെങ്കിൽ പിന്നെ പോളണ്ട് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ ആണ്. അവിടെയാണ് ടോപ്പ് ആയിട്ടുള്ള P&G എന്നൊക്കെ പറയുന്ന പോലത്തെ പിന്നെ കമ്പനീസ് ഉള്ളത്. അതേപോലെ തന്നെ പല ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാർ ഷോറൂംസിന്റെയും മെയിൻ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. സോ ഇതേപോലത്തെ പല ഓപ്ഷൻസും അവിടെ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാരണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് ആണ്. ഓക്കെ, ഇത് മാത്രമാണ് ഇന്ത്യയിൽ പഠിക്കുമ്പോൾ ഇറ്റ്സ് മോർ അഫോർഡബിൾ. ഓൺ ദി അതർ ഹാൻഡ് അബ്രോഡിൽ ഇറ്റ്സ് വെരി ഹൈ. ലൈക്ക് ട്യൂഷൻ ഫീസ് ആണെങ്കിലും ഭയങ്കര ഹൈ ആണ്, ലിവിങ് കോസ്റ്റും ഭയങ്കര ഹൈ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെറ്റ്വർക്കിംഗ് ആണ്. നമ്മൾ ഇവിടെ പഠിക്കുകയാണെങ്കിൽ സ്റ്റിൽ നമ്മളുടെ ചുറ്റുപാടുള്ള കുട്ടികളൊക്കെ ആയിട്ട് തന്നെയാണ് നമ്മൾ കൂടുതലും പിന്നെയും ഇന്ററാക്ട് ചെയ്യുന്നത്. മേ ബി എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഒക്കെ ഭാഗമായിട്ട് 1 or 2 കുട്ടികളൊക്കെ നമ്മളുടെ നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും, ലൈക്ക് ഐ മീൻ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് വരുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ നമ്മളൊരു ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഒരു നമ്മളുടെ ഇന്ത്യയിൽ നിന്നിട്ടുള്ള കുട്ടികളായി തന്നെയാണ് കൂടുതൽ ഇന്ററാക്ഷൻസും വരുന്നത്. പക്ഷേ അബ്രോഡിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എറാസ്മസ് പ്രോഗ്രാമിന് പഠിക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ക്ലാസ്സിൽ പിന്നെ 15 കുട്ടികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ 15 ആൾക്കാരും 15 രാജ്യത്ത് നിന്നുള്ള ആൾക്കാരാണ്. സോ കുറച്ചുകൂടെ ഒരു ലൈക്ക് ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ വരുന്ന ആളുകൾ എന്ന് പറയുന്നതും ഡിഫറെന്റ് കൺട്രീസ്, ലൈക്ക് അവർ ഫീൽഡിൽ നിന്ന് തന്നെ വരുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ എന്താ പറയുക ടോപ്പ് ആയിട്ട് അവർ നമ്മൾ എന്താണോ പഠിക്കുന്ന ആ ഒരു ഇൻഡസ്ട്രീന്റെ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് നമ്മളെ വന്ന് പഠിപ്പിക്കുന്നത്. സോ ഒരു നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ഹൈ കമ്പയറിംഗ് വിത്ത് ഇന്ത്യ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇന്ത്യയിൽ ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണ് ഞാൻ ഇതിൽ കൂടുതലും മെൻഷൻ ചെയ്തിട്ടുള്ളത്.
അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ കുറച്ച് റിസർച്ച് ഇന്റേൺഷിപ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഒരുപാട് NGOസും അതേപോലെ തന്നെ തിങ്ക് ടാങ്ക്സ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഓൾമോസ്റ്റ് ഓൾ ഇന്റേൺഷിപ്സ് ആർ അൺപെയ്ഡ് ആണ്. അപ്പൊ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ പണിയെടുക്കുന്നു, ബട്ട് വി ആർ നോട്ട് ഗെറ്റിംഗ് പെയ്ഡ്. ഓൺ ദി അതർ ഹാൻഡ് അബ്രോഡിൽ ലൈക്ക് സാലറി കൊടുക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഇന്റേൺഷിപ്പിനും ഒരു പേയ്മെന്റ് കിട്ടുന്നത്. ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ചിൽ തന്നെയാണ് പേയ്മെന്റ് കിട്ടുന്നത്. അപ്പൊ കുട്ടികൾ കൂടുതൽ പുറത്തു പോകാൻ ഒരു കാരണം ഇതുകൊണ്ട് കൂടിയാണ്. ലൈക്ക് അവർക്ക് എന്താ പറയാ, സാലറി അല്ലെങ്കിൽ കിട്ടുന്ന ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് കമ്പയറിംഗ് വിത്ത് ഇന്ത്യ ഇറ്റ്സ് വെരി ഹൈ. പിന്നെ നമ്മൾ ലൈക്ക് നമ്മൾ ചെയ്യുന്ന ഒരു ജോബിന് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഇന്റേൺഷിപ്പിന് റെക്കഗ്നീഷൻ കിട്ടുന്നുണ്ട് ബൈ ഗിവിംഗ് എ പേയ്മെന്റ്. ആൻഡ് ഫൈനലി റെക്കഗ്നിഷൻ. ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ടോപ്പ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ഇപ്പൊ JNU പോലത്തെ ഡൽഹി യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, IIM, IITs ഒക്കെ വളരെ ടോപ്പിൽ വരുന്ന യൂണിവേഴ്സിറ്റീസ് ആണ്. അപ്പം ഇത് ഗ്ലോബൽ ലെവലിൽ റെക്കഗ്നൈസ് ചെയ്യും. പക്ഷെ കുറച്ചുകൂടെ നമ്മളുടെ റീജിയണലി നോക്കുമ്പോഴുള്ള ചില യൂണിവേഴ്സിറ്റീസ് ഇപ്പൊ പുറത്തുള്ള എന്താ പറയാ ഫസ്റ്റ് 100 ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് റെക്കഗ്നൈസ് ചെയ്യാത്തത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ഓക്സ്ഫോർഡിലേക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഓക്സ്ഫോർഡ് ഇസ് മൈ ഡ്രീം യൂണിവേഴ്സിറ്റി. സോ ആ ഒരു സമയത്ത് എൻ്റെ ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത് ജസ്റ്റ് 3 year ആണ്. 3 year ആണെങ്കിലും 120 ക്രെഡിറ്റ് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ അത് കാരണം കൊണ്ട് ഐ വാസ് നോട്ട് എലിജിബിൾ. അപ്പം ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ നമ്മൾ ഒരു റീജിയണൽ ലെവലിൽ നോക്കുന്ന എല്ലാ യൂണിവേഴ്സിറ്റീസിന്റെയും ഒരു ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു 120 ഒക്കെയാണ് അവർ കൊടുക്കുന്നത്. സോ അത് വെച്ചിട്ട് പല യൂണിവേഴ്സിറ്റീസും നമ്മളെ ലൈക്ക് അഡ്മിഷൻ എടുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയൊരു ലൈക്ക് ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓൺ ദി അതർ ഹാൻഡ് അബ്രോഡിൽ കുറച്ചുകൂടെ ക്രെഡിറ്റ് സിസ്റ്റം ഇസ് ലൈക്ക് വെരി ഹൈ. സോ അത് വെച്ചിട്ട് നമുക്ക് വേറെ എവിടെ കൊടുത്താലും നമുക്ക് കിട്ടാൻ ഈസിയാണ് എന്നുള്ളതാണ് വേറൊരു പോയിന്റ്. സോ ഇതാണ് ഒരു ബ്രീഫ് കൈൻഡ് ഓഫ് കമ്പാരിസൺ ലൈക്ക് ഇന്ത്യയിൽ പഠിക്കുന്നതും അബ്രോഡ് പഠിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള. ഇതൊന്നും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു ഗിവ് യു ആൻ ഐഡിയ അബൌട്ട് ദാറ്റ്. ഇതിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, ഓർ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഡിസ്കഷനിലേക്ക് പോയാൽ മതിയോ? ഫാത്തിമ, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഞാൻ. പിന്നെ ഇപ്പൊ ഈ ക്രെഡിറ്റ് സിസ്റ്റത്തിന്റെ കാര്യം ഒരു ക്രൈസിസ് പറഞ്ഞല്ലോ, നമ്മൾ ഇന്ത്യയും എബ്രോഡും കമ്പയർ ചെയ്യുമ്പോൾ ആ ഒരു ക്രൈസിസ് ക്രോസ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മുടെ സ്റ്റുഡൻസ് റെഡി ആവേണ്ടത്? അല്ല അതിന് വല്ല ചാൻസോട് ഉണ്ടോ? ഇതിപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഒരു മാറ്റമാണ് അതെന്ന് പറയുന്നത്. ക്രെഡിറ്റ് സിസ്റ്റത്തിൽ അവർ കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് ആണ്. അപ്പൊ അവരല്ലെങ്കിൽ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഇപ്പം അഥവാ നമുക്ക് ബാച്ചിലേഴ്സിൽ 120 ക്രെഡിറ്റ് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് വേണം, അല്ലെങ്കിൽ ഒരു 4 year ഡിഗ്രി ആണെങ്കിലും എനിക്ക് തോന്നുന്നു അവരുടെ ക്രെഡിറ്റ് സിസ്റ്റമായിട്ട് നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ എനിക്കൊരു 4 year ഡിഗ്രി ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ആയിരുന്നു ഞാൻ ചെയ്തതെങ്കിൽ മേ ബി ഇതുപോലത്തെ ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ് പോലത്തെ യൂണിവേഴ്സിറ്റീസിലേക്ക് ഞാൻ എലിജിബിൾ ആവുമായിരുന്നു. സോ ഇപ്പം അതുപോലെ ഇതേപോലത്തെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ 4 year ഡിഗ്രി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റികളിലും IITസിലൊക്കെ കുറച്ചുകൂടി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ആണ് ഉള്ളത്. 5 year ആയിട്ടുള്ള ബാച്ചിലേഴ്സ് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ട്, 4 year ഉണ്ട്. സോ അത് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതേപോലെ 3 year ബാച്ചിലേഴ്സ് ചെയ്ത് പിന്നെ 2 year മാസ്റ്റേഴ്സ് ചെയ്തതിന് ശേഷം പുറത്തേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ നമ്മളുടെ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരണം. നോർമലി ആളുകൾ ശ്രദ്ധിക്കാത്തൊരു പോയിന്റ് അല്ല ഈ ഒരു കാര്യം. അതെനിക്ക് ഭയങ്കര എന്നെ എഫക്ട് ചെയ്തൊരു കാര്യമാണ്. PG കഴിഞ്ഞിട്ട് പുറത്തു പോകുന്നതായി ബെറ്റർ. ഓ എന്തായാലും റിസർച്ചിനൊക്കെ ആണെങ്കിൽ കുറെ കൂടെ നല്ലതായിരുന്നു. സോ ഒരു കാശ് കുറച്ച് മുടക്കിയില്ല, യോനെക്സ് കവറൊക്കെ മേടിച്ച്. ക്വസ്റ്റ്യൻ ആണോ ചോദിക്കുന്നത്? ആരാണ് കളിക്കാനും അറിയത്തില്ല. ഓക്കെ മ്യൂട്ട് ആക്കി. 4 year അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആയി കഴിഞ്ഞിട്ടുണ്ടല്ലോ ലാസ്റ്റ് ഇയർ ഓൺവേർഡ്സ്. പക്ഷെ എല്ലാ യൂണിവേഴ്സിറ്റീസും ഇപ്പോഴും ആയിട്ടില്ലല്ലോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം NEP ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. അല്ല സർ, സ്റ്റിൽ അത് കമ്പൽസറി അല്ലല്ലോ. 3 years കഴിഞ്ഞ് നമുക്ക് എക്സിറ്റ് എടുത്ത് പോരാലോ. എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്. എക്സിറ്റ് ഓപ്ഷൻ ഉണ്ട്, അതെ. അപ്പൊ ഞാൻ ഇപ്പം കംപ്ലീറ്റ് ചെയ്തത് 2023-ലാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ 3 year ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് നമ്മൾ ശരിക്കും ഹൈലൈറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് എബ്രോഡ് ആലോചിക്കുന്ന ആളുകൾക്ക്. ടോപ്പ് യൂണിവേഴ്സിറ്റീസിലേക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഈ ഒരു പ്രശ്നമല്ല കേട്ടോ. ഓക്കെ ഫൈൻ. ഓക്കെ, ഇനി കൺട്രി സെലക്ഷൻ എന്ന് പറയുന്ന ഒരു മെയിൻ ആയിട്ട്. അപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പല കുട്ടികൾക്കും പുറത്തുപോയി പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ ഏത് കൺട്രിയിൽ പഠിക്കണം എന്നുള്ളത് ലൈക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല. കാരണം കൂടുതൽ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പൊ ഏറ്റവും ആൾക്കാർ അപ്രോച്ച് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമുക്കറിയാം ഏജൻസീസ് എന്ന് പറയുന്നത്. സോ ഈ ഏജൻസീസ് ഏറ്റവും കൂടുതൽ അവർ പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കൺട്രീസ് നിങ്ങൾക്ക് അറിയായിരിക്കും.
ഒന്ന് കാനഡയാണ്, 2 UK ആണ്. ഇപ്പൊ കുറച്ചുകൂടെ യൂറോപ്പിലെ ചില കൺട്രീസ് വരുന്നുണ്ട്. ബട്ട് കൂടുതലും കാനഡ, UK, ഓസ്ട്രേലിയ പോലത്തെ കുറച്ച് കൺട്രീസ് തന്നെയാണ്. അവിടുത്തെയും പബ്ലിക് യൂണിവേഴ്സിറ്റികളല്ല അവർ കൂടുതലും പറഞ്ഞു കൊടുക്കുന്നത്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ്. പക്ഷെ കുട്ടികൾ അതിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ നോക്കുന്നില്ല എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എനിവേ, സോ കൺട്രി സെലക്ഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഓവർസീസ് എഡ്യൂക്കേഷനിൽ ജസ്റ്റ് കാനഡ, UK, യൂറോപ്പ്, US മാത്രമല്ല ഉള്ളത്. ഓൺ ദി അതർ ഹാൻഡ് ഇപ്പം നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മറ്റ് കൺട്രീസ് ആണ്. ഒന്ന് ജപ്പാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ടെക്നോളജി, നമുക്കറിയാം ടെക്നോളജി വൈസ് ഒക്കെ ആയിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് എഞ്ചിനീയറിംഗ് ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ, ഈവൻ ഡെവലപ്മെന്റൽ സെക്ടറിൽ പോലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് ജപ്പാൻ എന്ന് പറയുന്നത്. പിന്നെ ചൈനയിലേക്ക് നമുക്കറിയാം മെഡിസിൻ പഠിക്കാൻ പോകുന്നവരുണ്ട്, റഷ്യയിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. കൊറിയ എന്ന് പറയുന്നത് ഇപ്പോഴും നല്ലൊരു സ്റ്റുഡൻസ് ഒക്കെ പോകുന്ന ഒരുപാട് ഒരു ഇൻക്രീസ് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഇപ്പൊ കുട്ടികൾ കൂടുതൽ ഈ കൊറിയൻ ഡ്രാമയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കൊറിയയിലേക്ക് പോകണം എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇപ്പൊ സ്കോളർഷിപ്സും ഒരുപാട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൊറിയൻ ഗവൺമെന്റ്. ഇപ്പൊ ഇതൊന്നും അല്ലാതെ സിംഗപ്പൂർ, മലേഷ്യ ഒക്കെ നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ് സ്റ്റുഡൻസിന്. ഇതൊന്നും അല്ലാതെ നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ തന്നെ UAE, ഖത്തർ ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ, സൗദി അറേബ്യ. സോ ഇതൊക്കെ സം ബെസ്റ്റ് ഓപ്ഷൻസ് ആണ്. പക്ഷേ ഈ ഏജൻസിന്റെ അടുത്ത് പോകുന്ന സമയത്ത് അവര് പറയാത്ത കുറച്ച് ഓപ്ഷൻസ് ആണ് ഇതെന്ന് പറയുന്നത്. എനിവേ, നമ്മളൊരു കൺട്രി ഒരു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, ഇപ്പം മേ ബി ചില കുട്ടികൾക്ക് ഒരു ഐഡിയ ഉണ്ടാകും, എനിക്ക് ഇന്നൊരു സ്ട്രീമിലേക്ക് പോകാനായിരിക്കും ഇൻട്രസ്റ്റ്, അല്ലെങ്കിൽ ഇന്നൊരു സ്പെസിഫിക് കോഴ്സിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടെന്ന് പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്ന ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ സെർച്ച് ആണ്. ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ സെർച്ച് എന്ന് പറയുന്നത്. അതിൽ എല്ലാം ഉണ്ട്. സോ അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള വെബ്സൈറ്റ്സ് എന്ന് പറയുമ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റ്സ് മാത്രം ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ എംബസീസിന്റെയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെയോ വെബ്സൈറ്റ്സിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പൊ ഒരു കുട്ടി ഒരു പെർട്ടിക്കുലർ പ്രോഗ്രാം നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവരും AI ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരും ആയിരിക്കും. ഇതിപ്പം വലിയൊരു ഒരുപാട് കൺട്രീസ് ഉണ്ട്. പിന്നെ ഇപ്പൊ എങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് AI നിങ്ങൾ സെർച്ച് ചെയ്യുക. ഇപ്പൊ എന്താ ഇന്നൊരു പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന ബെസ്റ്റ് കൺട്രീസ് ഏതാന്ന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് കൺട്രീസ്, റൈറ്റ്? അപ്പൊ ആ ഒരു ലിസ്റ്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ അതിൽ നിന്ന് ഓരോ കൺട്രി എടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, ഇന്ന പെർട്ടിക്കുലർ കൺട്രിയിൽ ഇന്ന പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസിന്റെ ലിസ്റ്റ്. സോ എനിവേ, നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന കുറച്ച് ലിസ്റ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് ആയിരിക്കും. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രോഗ്രാംസ് ഓൾമോസ്റ്റും സെർച്ച് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ലിസ്റ്റ് കിട്ടിയതിന് ശേഷം അവിടുത്തെ അക്കാഡമിക് റെപ്യൂട്ടേഷൻ, കൂടുതൽ നിങ്ങൾ QS റാങ്കിങ്, അത് കുറച്ചുകൂടെ ഞാൻ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ടൈംസിന്റെ ഒക്കെ റാങ്കിങ് ആണ് നിങ്ങൾ കൂടുതൽ നോക്കേണ്ടത്. അപ്പൊ അക്കാഡമിക് റെപ്യൂട്ടേഷൻ കൂടുതൽ നോക്കുക. അതേപോലെ തന്നെ പെർട്ടിക്കുലർ ആയിട്ട് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ക്വാളിറ്റി എന്താന്ന് നോക്കണം എന്നാണ് ഞാൻ പറയുക. അങ്ങനെ അതിന്റെയൊക്കെ ബേസിലായിരിക്കണം നിങ്ങൾ ഒരു കുട്ടിക്ക് ഒരു കൺട്രി പറഞ്ഞു കൊടുക്കേണ്ടത്. അക്കാഡമിക് റെപ്യൂട്ടേഷൻ ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കോസ്റ്റ് കൺസിഡറേഷൻ ആണ്. അപ്പൊ ചിലപ്പം ഒരു കുട്ടിക്ക് എന്താ പറയുക, യൂറോപ്പിൽ പോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും, മേ ബി കാനഡയിൽ പോയി പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ വി നോ ദാറ്റ് ട്യൂഷൻ ഫീസും ലിവിങ് എക്സ്പെൻസും ഇറ്റ്സ് വെരി വെരി ഹൈ. ഇപ്പം ചിലപ്പോൾ കുട്ടികൾക്ക് ഉണ്ടാവും എന്താ പറയുക, അവിടെ പോയിട്ട് പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത്. പക്ഷെ ഇപ്പൊ പാർട്ട് ടൈം ഇസ് ബിക്കമിങ് റിയലി റിയലി ഡിഫിക്കൾട്ട് ടു ഗെറ്റ്. കാരണം ഒരുപാട് കുട്ടികളാണ് പുറത്തേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഞാനൊരു എറാസ്മസ് സ്റ്റുഡന്റും കൂടിയാണ്. അപ്പം ഞാനൊരു 6 മന്ത് മാത്രം ഒരു കൺട്രിയിൽ ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഫുൾ ടൈമിൽ പോകുന്ന കുട്ടികൾ തന്നെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. ഇനി അഥവാ പാർട്ട് ടൈം കിട്ടിയാൽ തന്നെ വരുന്ന വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇവര് ഫുള്ളി പാർട്ട് ടൈമിന് വേണ്ടിയിട്ട് പോകും. കാരണം അത്രയും വലിയൊരു എമൗണ്ട് ഒക്കെ ആയിരിക്കും ഇപ്പം എന്താ പറയുക പേ ചെയ്യാനുണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എനിക്ക് UK അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി, ലണ്ടൻ യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റീസിലേക്ക്. അവിടെ 1 ഇയറിലേക്ക് ട്യൂഷൻ ഫീസ് മാത്രം വരുന്നത് 35 ലക്ഷമാണ്. ഞാൻ ഇന്റർനാഷണൽ റിലേഷൻസിനും അതേപോലെ തന്നെ ഹ്യൂമനിറ്റേറിയനിസം ആൻഡ് കോൺഫ്ലിക്ട് റെസ്പോൺസ് പറയുന്ന കോഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഒന്ന് ആലോചിച്ച് നോക്ക്, പാർട്ട് ടൈം ജോബിന് പോയിട്ട് എനിക്ക് അത് പേ ചെയ്യാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ ഇപ്പൊ എനിക്ക് ഒരു സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ. അപ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പഠിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ട് പോകുന്ന ഒരു കുട്ടി കംപ്ലീറ്റ്ലി ഒരു പാർട്ട് ടൈമിലേക്ക് മാത്രമായി പോകും. സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സാധനം അത് കംപ്ലീറ്റ്ലി മാറി മാറി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് എൻ്റെ മുന്നിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അല്ലെങ്കിൽ ഈ ഒരു പൈസ കിട്ടി തുടങ്ങുന്ന സമയത്ത് ഇനി
പഠിച്ച് വേറൊരു ജോലിക്ക് പോകണം എന്നുള്ളൊരു മൈൻഡിൽ നിന്നും മാറുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടി നിങ്ങൾ ഇപ്പം ഹെൽപ്പ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കോസ്റ്റ് നോക്കുക. അത് ഈ പറയുന്ന ഒരു കുട്ടിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലാണോ എന്ന് നോക്കാൻ കൂടുതൽ ശ്രമിക്കുക. അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പം ഓൾമോസ്റ്റ് പിന്നെ ഓൾ യൂണിവേഴ്സ് ലൈക്ക് ഓൾ കൺട്രീസ് തന്നെ പറയാം. ഇപ്പം ഈ കൂടുതൽ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ചൂസ് ചെയ്യുന്ന കുട്ടികൾ പഠിക്കാൻ ചൂസ് ചെയ്യുന്ന കൺട്രീസിലൊക്കെ ഗവൺമെന്റ് ഫണ്ടഡ് സ്കോളർഷിപ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്സും അല്ലെങ്കിൽ ഇനി ട്രസ്റ്റുകൾ കൊടുക്കുന്ന സ്കോളർഷിപ്സും ഉണ്ടാവും. അതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന കൺട്രീസിൽ ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യാം, പിന്നെ ഒരു കൺട്രി നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. പിന്നെ എന്ന് പറയുന്നത് വർക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ്. വർക്കിൽ ഞാൻ 2 കാര്യം ഉദ്ദേശിക്കുന്നുണ്ട്. പാർട്ട് ടൈമും പറയുന്നുണ്ട്, അതേപോലെ തന്നെ പഠിച്ചതിന് ശേഷമുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും കൂടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട് ടൈം ആസ് ഐ സെഡ് ബിഫോർ ഇറ്റ്സ് ബിക്കമിങ് വെരി ഡിഫിക്കൾട്ട്. സോ പാർട്ട് ടൈം എത്രത്തോളം അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് മാത്രം ഒരു കൺട്രി സജസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ആ കുട്ടി പഠിച്ചിറങ്ങുന്ന പ്രോഗ്രാമിന് എത്രത്തോളം ഒരു എന്താ പറയാ കരിയർ ബിൽഡ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടെന്ന് നോക്കിയിട്ട് ഒരു കൺട്രി നിങ്ങൾ സജസ്റ്റ് ചെയ്യാം. പിന്നെ സേഫ്റ്റി ആൻഡ് പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു കറന്റ് സിനാരിയോയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കാരണം എസ്പെഷ്യലി ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം പിന്നെ ഓൾമോസ്റ്റ് പല കൺട്രീസിലും നിലനിൽക്കുന്നുണ്ട്. പിന്നെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, ബീങ് എൻ ഇന്ത്യൻ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. അപ്പൊ ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും എന്നുള്ള ആൾക്കാർ പോകാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത കൺട്രിയിലേക്ക് ലൈക്ക് അവരെ എന്താ പറയാ ഹെൽപ്പ് ചെയ്യുക പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫ് ആൻഡ് ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ക്വാളിറ്റി ഓഫ് ലൈഫ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ അബ്രോഡ് കൺട്രീസിലും ഇറ്റ്സ് ലൈക്ക് ഗുഡ്. പിന്നെ ക്ലൈമറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. കാരണം ചില കുട്ടികൾക്ക് ചെറിയ ക്ലൈമറ്റ് ചേഞ്ച് വരെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാവുന്ന ഒരു ഇതാണ്. ഇപ്പൊ യൂറോപ്പിലൊക്കെ ആണെങ്കിൽ കൂടുതൽ തണുപ്പായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇനിയിപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടി ചൂടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആയി പോകാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നോക്കിയിട്ടായിരിക്കണം ഒരു കൺട്രി നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ലാംഗ്വേജ് ആൻഡ് കൾച്ചറൽ അഡാപ്റ്റബിലിറ്റി ആസ് ഐ സെഡ് ബിഫോർ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി. ഇപ്പോൾ UK പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല, US പ്രശ്നമല്ല. അതൊന്നും അല്ലാത്ത ചില കൺട്രീസിൽ അവരുടെ ലോക്കൽ ലാംഗ്വേജ് ഉണ്ടാവും. സോ അറ്റ് സം പോയിന്റ് ഇപ്പോൾ നമ്മളിപ്പോ ഒരു എന്താ ഗവൺമെന്റിന്റെ ഓഫീസിൽ പോവാണെങ്കിലും അതല്ലാതെ വേറൊരു ഒഫീഷ്യൽ വർക്കിന് പോവാണെങ്കിലും മേ ബി അവരുടെ ലോക്കൽ ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പം അതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ കൾച്ചറൽ അഡാപ്റ്റബിലിറ്റിയും. ചില കുട്ടികൾ കൾച്ചറായിട്ട് അഡാപ്റ്റ് ആയി പോകും, ചില കുട്ടികൾ എന്താ പറയാ ഓക്കെ ആ കൾച്ചറിനെ എൻജോയ് ചെയ്യും, പക്ഷെ നമ്മളെ കൾച്ചറിനെ അത് നന്നായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആൾക്കാരും ഉണ്ട്. സോ അതൊക്കെ എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. ആൻഡ് ഫൈനലി റിയലി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എമിഗ്രേഷൻ ആൻഡ് വിസ പോളിസി എന്ന് പറയുന്നത്. അത് ഞാൻ എൻ്റെ എക്സാമ്പിളിൽ തന്നെ പറയാം. ഇപ്പൊ എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല വിസ കിട്ടാൻ. കാരണം എൻ്റെ പ്രോഗ്രാം യൂറോപ്യൻ യൂണിയൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. സോ ഇറ്റ് വാസ് ലൈക്ക് ഈസി ഫോർ മീ ടു ഗെറ്റ്. പക്ഷേ എൻ്റെ കൂടെ തന്നെ ഞങ്ങളൊരു 20 മലയാളീസ് ആണ് പിന്നെ വിസ സബ്മിറ്റ് ചെയ്യാനുള്ള ഈ വിസ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് അവിടെ എത്തിയപ്പോൾ പരിചയപ്പെട്ട കുട്ടികളാണ്. പോളണ്ടിലേക്കുള്ള വിസനെ കുറിച്ചിട്ട് ഞാൻ പറയുന്നത്. സോ ഇതില് ഓൾമോസ്റ്റ് ഞാൻ മാത്രമാണ് പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നത്. ബാക്കി 19 ആൾക്കാരും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്. അതിൽ കൂടുതൽ ആൾക്കാരും ചൂസ് ചെയ്തത് അവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ മലയാളീസും ചൂസ് ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടുത്തെ. സോ അവിടേക്ക് കൊടുത്ത എൻ്റെ അറിവിൽ ഞങ്ങൾ 4 ആൾക്ക് മാത്രമാണ് വിസ കിട്ടിയിട്ടുള്ളത്. ബാക്കി 16 ആൾക്കാർ വിസ റിജക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ കൊടുക്കുമ്പോൾ വിസ കിട്ടാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ചില കൺട്രീസിൽ ഭയങ്കര ലോ ആണ്. ഞാൻ പോളണ്ടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പോളണ്ടിൽ അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. കാരണം വളരെ ഇമിഗ്രൻസ് കൂടുന്നത് കൊണ്ടും അവിടെ ഒരുപാട് പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഇപ്പം നടക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇപ്പൊ UK നമ്മൾ കണ്ടതാണ് ഇമിഗ്രൻസിനെതിരെയുള്ള കുറച്ച് ഇഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ പല കൺട്രീസിലും ഇപ്പം അതൊരു ഇഷ്യൂ ആയി വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് കൺട്രി നിങ്ങൾ സജസ്റ്റ് ചെയ്യാന്നാണ് ഞാൻ പറയാം. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്തിട്ട് പോവാ, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഇതിനെ കുറിച്ച് സംസാരിക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്യാൻ ചോദിക്കാം. ഈ ഓൾറെഡി സ്കോളർഷിപ്പ് ഓഫർ കിട്ടിയിട്ടാണ് പോകുന്നതെങ്കിലും വിസ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? ഇല്ല, സ്കോളർഷിപ്പ് കിട്ടി പോവാണെങ്കിൽ ഈസിയാണ്, നമുക്ക് വളരെ ഈസി ആയിട്ട് കിട്ടും. ഇപ്പൊ അഥവാ സ്ലോട്ടൊക്കെ കിട്ടാനാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുക. അപ്പോൾ ഇന്ന ഡേറ്റിലേക്ക് നമുക്ക് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ എനിക്കിപ്പോൾ സ്കോളർഷിപ്പ് കിട്ടിയതുകൊണ്ട് എനിക്ക് സ്ലോട്ടിൽ കുറച്ച് ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ ഡയറക്റ്റ് എംബസിക്ക് മെയിൽ അയച്ചു. അപ്പൊ അവരെനിക്ക് ഡയറക്റ്റ് ആയിട്ട് സ്ലോട്ട് തരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനൊരു പ്രത്യേക കൺസിഡറേഷൻ ഉണ്ട്. കാരണം എന്താ വെച്ചാല് കൂടുതലും ഈ വിസ റിജക്ഷൻ അല്ലെങ്കിൽ വിസന്റെ പേരിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ ഈ പൈസ കാണിക്കണമല്ലോ, ഒരു ഫിക്സ്ഡ് എമൗണ്ട് കാണിക്കണം എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയന്റെ പേരിലാണ് കൂടുതൽ റിജക്ഷൻ വരുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിച്ച് മീൻസ് നമുക്ക് നമ്മളുടെ അവിടുത്തെ എന്താ പറയുക കോസ്റ്റ് കവർ ചെയ്യാൻ പറ്റുന്നതാണല്ലോ.
സോ അതുകൊണ്ടാണ് വിസ അത്ര ഡിഫിക്കൽട്ട് ആവാത്തത് ലൈക്ക് സ്കോളർഷിപ്പ് ഡ്യൂട്ടിക്ക്. ബിൻഡോ എന്തോ ചോദിക്കാൻ വന്നിരുന്നു. ബിൻഡോ പ്ലീസ്. ബിൻഡോ അവിടെ ഉണ്ടോ? മാം ഇത് എല്ലാ കൺട്രിയിലും ഇങ്ങനെ തന്നെയാണോ? എന്തിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്? വിസന്റെ കാര്യങ്ങളാണോ? ആ വിസന്റെ വിസന്റെ എല്ലാ കൺട്രി അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പം ജർമ്മനിയിലേക്ക് പിന്നെ UK-ലേക്കൊന്നും അത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ലൈക്ക് വിസ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ചില പെർട്ടിക്കുലർ കൺട്രീസ്, ഇപ്പം നെതർലൻഡ്സിലേക്കാണെങ്കിൽ, ഇപ്പം ഞാൻ യൂറോപ്പാണ് കൂടുതൽ പറയുന്നത് കാരണം ഞാൻ യൂറോപ്പിൽ പഠിച്ചുകൊണ്ട് കേട്ടോ. പോളണ്ടിലേക്ക് ഇതേപോലത്തെ, പിന്നെ US-ലേക്കും ഭയങ്കര ഡിഫിക്കൽട്ടാണ് സ്റ്റുഡൻറ് വിസ കിട്ടാൻ വേണ്ടിയിട്ടെന്ന് കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയയിലേക്കും കൃത്യമായിട്ട് നമ്മൾ ഫണ്ടും കാര്യങ്ങളും കാണിച്ചാൽ പോലും സം പോയിന്റ് റിജക്ഷൻ റേറ്റ് ഈസ് വെരി ഹൈ. കാനഡയിലേക്ക് കുറച്ചുകൂടി ഈസിയാണ് കിട്ടാൻ. എനിക്കൊന്ന് മിഡിൽ ഈസ്റ്റിലേക്കും കുറച്ചുകൂടി ഈസിയാണ് കിട്ടാൻ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എംബസിന്റെയോ അല്ലെങ്കിൽ എന്താ പറയാ വിസ പ്രോസസ്സിങ് കാര്യങ്ങളും കൃത്യമായിട്ട് അവർ വിസേന്റെ പോളിസീസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാകും റിജക്ഷൻ റേറ്റ് എത്രയാണ് അല്ലെങ്കിൽ സക്സസ് എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ തന്നെ നമുക്ക് കിട്ടും ഡീറ്റെയിൽസ്. ഓക്കെ, എനിക്കൊന്ന് ഇനി ലാസ്റ്റ് ചോദിക്കാം. നമുക്ക് 30 മിനിറ്റ്സിൽ. യെസ് ചോദിച്ചോളൂ. ആരാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്? സാറേ, മാഡം നമ്മളിപ്പോ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയിലെ സീറ്റ് കിട്ടണമെങ്കിൽ അത് പിന്നെ നമ്മളെങ്ങനെ പ്രത്യേകിച്ച് കുട്ടികളുടെ മാർക്കിൽ അടിസ്ഥാനമാണോ അതല്ല പിന്നെ ഏജൻസിനെ തന്നെയാണോ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഓക്കെ, അത് ഞാൻ പേഴ്സണലി ഒരു ഏജൻസിനെയും ലൈക്ക് അപ്രോച്ച് ചെയ്തിട്ടില്ല. ഞാൻ സ്വന്തമായിട്ടാണ് എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഇപ്പം ഞാൻ UK-ലേക്കും ഒരു 10 യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ യൂറോപ്പിൽ ഈ പ്രോഗ്രാമിനും പുറമെ അല്ലാത്തതിനും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഒറ്റക്ക് ചെയ്യാവുന്ന പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള സ്ലൈഡിൽ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വേറൊരു ഏജൻസിനെയോ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ലൈക്ക് ഒന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വി ക്യാൻ ഡു ലൈക്ക് എവറിത്തിങ്. പിന്നെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുക, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ മാർക്ക് എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ആണ്. അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് കിട്ടുള്ളൂ. ഡയറക്റ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ കഴിയും. ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിന്റെ വെബ്സൈറ്റിൽ കയറുക. വെബ്സൈറ്റിൽ കയറി ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് എന്താ പറയാ, ഇപ്പം യൂണിവേഴ്സിറ്റി വാർസോന് എടുക്കാം. വാർസോയില് ആണ് ഇപ്പൊ ഒരു കുട്ടിക്ക് പഠിക്കേണ്ടതെങ്കിൽ ജസ്റ്റ് അവിടെ പോയിട്ട് കോഴ്സിന്റെ കാറ്റലോഗ് ഉണ്ടാക്കും. അല്ലെങ്കിൽ കോഴ്സസ് ലൈക്ക് അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് കോഴ്സസ് ഇൻ യൂണിവേഴ്സിറ്റി വാർസോ എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കോഴ്സിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ടാകും, എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സൈറ്റിൽ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചില സമയത്ത് അവരൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. ചിലത് അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കും. ഇപ്പൊ US-ലൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൂടുതലും അവർ അപ്ലിക്കേഷൻ ഫീസ് ചോദിക്കലുണ്ട്. ഇപ്പൊ ടോപ്പ് യൂണിവേഴ്സിറ്റിയിലൊക്കെയാണ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ കൊളംബിയ യൂണിവേഴ്സിറ്റി, ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റി പോലത്തെ യൂണിവേഴ്സിറ്റീസിലൊക്കെ ആണെങ്കിൽ അവരൊരു പിന്നെ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ചോദിക്കാറുണ്ട്. പക്ഷെ UK അതേപോലെ തന്നെ യൂറോപ്യൻ പിന്നെ ഇതേപോലെ മിഡിൽ ഈസ്റ്റിലൊന്നും അങ്ങനെ ഒരു എമൗണ്ട് ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ നിങ്ങൾ റെഫർ ചെയ്താൽ മതി, അതിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടാവും. ഈ ഒരു പോയിന്റ് ആണ് നമ്മൾ സിജിക്കാര് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. ഏജൻസികളിൽ പോകാതെ സ്മാർട്ടായിട്ട് കാര്യം ചെയ്യുക. കാരണം നോർമലി ഇന്ത്യയിൽ നിന്ന് വരുന്ന കൊറീസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ, അടുത്ത ആഴ്ച എനിക്ക് ഒരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ഇന്ത്യൻ കോണ്ടാക്ട്സിലെ ചോദ്യങ്ങളാണ് വരിക. അതിൽ നിന്ന് മാറിയിട്ട് ഒരു 6 months to 1 year എങ്കിലും അതിന്റെ പ്രിപ്പറേഷൻ നടത്തുക എന്നുള്ളതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. മേഘൊന്ന് കമന്റ് ചെയ്യാമല്ലോ. അതെ, ഇപ്പം ആരെന്തോ ചോദിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് LOR SOP ഒക്കെ ഇതിനുള്ള അസിസ്റ്റൻസിന് വേണ്ടിയിട്ടാണ് പല ആളുകളും ഈ ഏജൻസികളെ സമീപിക്കുന്നത്. അതിനെ കുറിച്ചിട്ടാണോ? അപ്പൊ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞാല്. അപ്പൊ അവിടെ പറഞ്ഞാൽ മതിയോ? മതി. അപ്പൊ നിങ്ങൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ടല്ലോ, ഒരു 6 months to സാർ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ലാസ്റ്റിലേക്ക് വെച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആവില്ലേ? ഓക്കെ, അത് ഞാനത് പറയാൻ വിചാരിച്ചത്, നമുക്കിനി 45 minutes അല്ല 30 minutes കവർ ചെയ്യണം. അതുകൊണ്ട് കുറച്ച് ടൈമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്വറീസ് മൊത്തം ലാസ്റ്റിലേക്ക് വെക്കാം. മെഹക്ക് ഇപ്പൊ പറഞ്ഞ സംഗതി കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകും. യെസ് ഓക്കെ പെർഫെക്റ്റ്.
ഇനി നമ്മൾ ഐ തിങ്ക് ഐ കവേർഡ് ലൈക്ക് എല്ലാ കോഴ്സ് സെലക്ഷന്റെ കാര്യങ്ങളും. ഇനിയിപ്പോ സോറി കൺട്രി സെലക്ഷന്റെ കാര്യങ്ങൾ. ഇനി കോഴ്സ് സെലക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നിങ്ങളെ മുന്നിലേക്ക് വരുന്ന ഒരു കുട്ടിയുടെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആണ്. അവരുടെ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എത്രത്തോളം അലൈൻ ചെയ്യുന്ന ഒരു കോഴ്സാണ് ഈ കുട്ടി നിങ്ങളോട് പറഞ്ഞു തരുന്നത്, അല്ലെങ്കിൽ അതിന്റെ കുറച്ചുകൂടി ഒരു ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകൾ നിങ്ങൾ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ സയൻസിൽ ലൈക്ക് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടിയാണ് വരുന്നതെങ്കിൽ അതിന്റെ കുറച്ചുകൂടി ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസ് നിങ്ങൾ അവർക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോ ഇതല്ല, ഇപ്പം മെഡിക്കലിൽ തന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയ പറഞ്ഞു വരുന്ന കുട്ടിയാണെങ്കിൽ അതിന്റെ കുറച്ചുകൂടെ ഒരു എന്താ ഇൻ ഡെപ്ത് ആയിട്ടുള്ള കോഴ്സുകൾ പറഞ്ഞു കൊടുക്കുക. അപ്പം അതിന് നിങ്ങൾ ഭയങ്കര അപ്ഡേറ്റഡ് ആയിരിക്കണം. കൃത്യമായിട്ട് കോഴ്സുകളെ കുറിച്ചിട്ട് കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചാൽ മാത്രം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുക. അത് ജസ്റ്റ് ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് യൂണിവേഴ്സിറ്റീസിന്റെ വെബ്സൈറ്റ് കയറി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ നമ്മളുടെ ഒരു മെയിൻ സ്ട്രീം കോഴ്സിന്റെ അപ്പുറത്തേക്ക് എന്തൊക്കെ ഡിഫറെന്റ് കോഴ്സസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തേതെന്ന് പറയുന്നത് കുട്ടിയുടെ കരിയർ ഗോൾ. ഇപ്പം ബീങ് എ കരിയർ കൗൺസിലർ നിങ്ങൾ സംസാരിച്ച് വരുമ്പോൾ ആ കുട്ടിയുടെ ഒരു കരിയർ ഗോൾ മനസ്സിലാവുമല്ലോ. സോ അതിനനുസരിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഒരു കോഴ്സ് ആ കുട്ടിക്ക് സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു കോഴ്സിന്റെ എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ നോക്കുക. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങുകൾ, ഫീൽഡ് വിസിറ്റുകൾ. ഇനി ഇതൊന്നും അല്ലാതെ കൃത്യമായിട്ടുള്ള പ്രൊജക്ട് വർക്ക്സ് ഉണ്ടോ, അല്ലെങ്കിൽ ഇന്റേൺഷിപ്സ് ഓഫർ ചെയ്യുന്നുണ്ടോ. അത് ഭയങ്കര എഫക്റ്റീവ് ആണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ എനിക്ക് പേഴ്സണലി ഇപ്പൊ സാർ ഫസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്, എൻ്റെ അത് കുറച്ചുകൂടെ വളരെ ഫീൽഡിൽ പോലുള്ള കാര്യങ്ങളാണ്. ഈവൻ ദോ ഞാൻ ചെയ്തത് പിന്നെ ഒരു സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും എനിക്ക് ഈ ഒരു വിസിറ്റ് ഉണ്ടായിരുന്നത് നമ്മളെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടാണ് ICC ഹെയ്ഗിൽ. അപ്പൊ അവിടെ പോയിട്ട് അവർ നമുക്ക് പറഞ്ഞിരുന്നത് ഒരു ICCന്റെ വർക്കിംഗ് എങ്ങനെയാണ്, അവിടുത്തെ ഹിയറിങ്ങും കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു കൃത്യമായിട്ട് നമുക്കൊരു ഹിയറിംഗ് കാണാനുള്ള ഒരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള എന്താ ഇതേപോലത്തെ ക്രൈസിസ് എഫക്റ്റഡ് ആയിട്ടുള്ള ലൈക്ക് ഓൾറെഡി കഴിഞ്ഞു പോയിട്ടുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള സ്ഥലങ്ങളിലേക്കുള്ള വിസിറ്റ്, അവിടെ ആയിരിക്കും നമ്മൾ കൂടുതൽ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. സോ കൈൻഡ് ഓഫ് വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഉണ്ടോ എന്ന് നോക്കുക കോഴ്സ് വർക്കിൽ. പിന്നെ എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് ദ കോഴ്സ്, അതുപോലെ തന്നെ വർക്ക് ലോഡ് നോക്കുക. ചില കുട്ടികൾക്ക് എന്താ പറയാ എത്രത്തോളം വർക്ക് ലോഡ് ആണ് അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുക എന്നുള്ളത് അവരുടെ കാലിബറിനനുസരിച്ചിട്ട് മനസ്സിലാക്കണം. കാരണം എനിക്കൊക്കെ സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴത്തേക്കും ഇറ്റ് വാസ് ലൈക്ക് വെരി ഹെക്ടിക്. ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നു. പഠിക്കാൻ മാത്രമല്ല പ്രാക്ടിക്കൽ വർക്ക്സ്, നമുക്ക് ഫുൾ പ്രൊജക്ട് വർക്ക്സ് ആണ് സബ്മിറ്റ് ചെയ്യാനുള്ളത്. അപ്പൊ ചില കുട്ടിക്ക് നമ്മളുടെ ഇവിടുത്തെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ഇപ്പം തിയറി പഠിച്ച് എക്സാം എഴുതുന്ന സിസ്റ്റത്തിൽ നിന്നും ഇങ്ങനെ ഒരു ഭയങ്കര വർക്ക് ലോഡിലേക്ക് പോകുന്ന സമയത്ത് എത്രത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ നോക്കണം. പിന്നെ എന്ന് പറയുന്നത് കോഴ്സ് മസ്റ്റ് ബി ലൈക്ക് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ്. അത് ലൈക്ക് എനിക്ക് തോന്നുന്നില്ല ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു പോയിന്റ് ആണെന്ന്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് ഷുഡ് ബി വിത്തിൻ ദ സ്റ്റുഡന്റ് ബഡ്ജറ്റ്. കുട്ടിക്ക് ഒരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോസ്റ്റ് ആവണം. അല്ലെങ്കിൽ കുട്ടീനെ ഹെൽപ്പ് ചെയ്യാൻ ലൈക്ക് സ്കോളർഷിപ്സ് ഒക്കെ സജസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കോഴ്സിന് തന്നെ സ്കോളർഷിപ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ എന്ന് പറയുന്നത് സിലബസ് ഷുഡ് കവർ കറന്റ് ഇൻഡസ്ട്രി ട്രെൻഡ്സ്. ഇപ്പോൾ ഈ ഒരു കറന്റ് സിനാരിയോയിൽ നമുക്കറിയാം ടെക്നോളജിക്കലി ഭയങ്കര അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മേ ബി ചില യൂണിവേഴ്സിറ്റീസ് ഒക്കെ ഇപ്പോഴും പഴയ സിലബസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ അത് മാറി വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഉള്ളത് എന്നുള്ളത് ശ്രദ്ധിക്കുക. ആൻഡ് ഫൈനലി ഇറ്റ് ഷുഡ് ഓഫർ ഗുഡ് പോസ്റ്റ് സ്റ്റഡി ജോബ് ഓപ്ഷൻസ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജോബിനും എല്ലാ കോഴ്സുകൾ കഴിഞ്ഞാലും അതിൻ്റെതായിട്ടുള്ള നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ നിങ്ങൾ കുറച്ചുകൂടെ അത് കഴിഞ്ഞിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് സെർച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അത് മേ ബി യൂണിവേഴ്സിറ്റീന്റെ വെബ്സൈറ്റിൽ തന്നെ അല്ലെങ്കിൽ കോഴ്സിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും അലുംനൈസ് വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻസ്, അവരുടെ ഫീൽഡ് എന്താണ് കാര്യങ്ങൾ. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതാണ് കോഴ്സ് സെലക്ഷനിൽ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി വി ആർ മൂവിങ് ടു ദ കോമൺ എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇത് വളരെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ക്രൈറ്റീരിയസ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇത് എന്താ പറയാ ചില കൺട്രീസിനെ ബേസ് ചെയ്തിട്ട് ഇത് ചേഞ്ച് ചെയ്യാൻ ലൈക്ക് ചാൻസ് ഉണ്ട്. ബട്ട് ഇതാണ് കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് അക്കാഡമിക് റിക്വയർമെന്റ്സിൽ ഒരു മിനിമം പെർസെൻറ്റേജ് ഓർ CGPA ഒരു നോർമൽ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ ആണെങ്കിൽ മേ ബി 6.5, 7, 7.5 റേഞ്ചിലൊക്കെ മാർക്ക് മതി. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഒരു ടോപ്പ് ആയിട്ട് നമ്മളെ QS ഒരു 600, ഒരു 650 ലെവലിലൊക്കെ വരുന്ന യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ നല്ല ലൈക്ക് മാർക്ക് വേണം എന്നാണ്. അല്ലെങ്കിൽ ഒരു 100ലൊക്കെ വരണമെങ്കിൽ ഒരു 8.5, 9 റേഞ്ചിലൊക്കെ തന്നെ CGPA വേണം. പിന്നെ എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു കുട്ടി ചൂസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ലൈക്ക് സെയിം അതേ അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് ആണോ എന്നുള്ളത് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നോക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും ആ കുട്ടി പഠിച്ചിട്ടുള്ള കോഴ്സുകൾ എടുക്കാൻ പോകുന്ന കോഴ്സായിട്ട് അലൈൻ ചെയ്തിട്ടാണോ. ഇപ്പോൾ കോഴ്സ് വർക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ലൈക്ക് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മാനേജ്മെന്റ് പഠിച്ചിട്ട് മേ ബി ചിലപ്പം മെഡിസിനിലേക്ക് പോകാൻ പറ്റൂലല്ലോ, അതേപോലെ തന്നെ. അപ്പം അത് കൃത്യമായിട്ട് നോക്കുക.
ഇനി ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആണ്. ഇത് കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കൺട്രിയിലേക്കും നിർബന്ധമായിട്ടും എഴുതേണ്ട ഒരു എക്സാം ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഒന്ന് IELTS ആണ്. അത് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസും റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സ്കോർ ആണ്. അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആണ്. പിന്നെ TOEFL ആണ്. TOEFL കൂടുതലും എടുക്കുന്നത് US പഠിക്കാൻ പോകുന്ന കുട്ടികളാണ്. അതുപോലെ തന്നെ വേറെ ഒന്നാണ് PTE എന്ന് പറയുന്നത്. ഇത് ഒരു ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് തന്നെയാണ്. കൂടുതൽ യൂണിവേഴ്സിറ്റീസും കൂടുതൽ കൺട്രീസും പക്ഷെ കൊടുക്കുന്നത് IELTS TOEFL ആണ്. അതവർ കൃത്യമായിട്ടൊരു മിനിമം ബാൻഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഏറ്റവും ഒരു ലീസ്റ്റ് സ്കോർ അല്ലെങ്കിൽ ഒരു മിനിമം ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് 6.5 ആണ്. അതേപോലെ തന്നെ ടോപ്പ് ആയിട്ടും അവർ പറയാൻ ചാൻസ് ഉള്ളത് 8.5 ആണ്. ഈ 8.5 ഒക്കെ ചോദിക്കാറുള്ളത് US അതേപോലെ തന്നെ നെതർലൻഡ്സിലൊക്കെയാണ് കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലൊക്കെ. ബാക്കി അല്ലാത്ത കൺട്രീസ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 6.5-7 ഒക്കെ തന്നെ അവർ ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് വൺ, അപ്പൊ ലാംഗ്വേജ് പ്രൊഫഷ്യൻസിയിൽ ഇംഗ്ലീഷ് മാത്രമല്ല, ഇപ്പം ഒരു കുട്ടി ഫ്രാൻസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഫ്രഞ്ച് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും അവർ എഴുതേണ്ടി വരിക. ഓൺ ദി അതർ ഹാൻഡ്, ഇനിയിപ്പോ ഒരു കുട്ടി സ്പെയിൻ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ സ്പാനിഷ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് ചോദിക്കാറുണ്ട്. ഇനി ഇതൊന്നുമല്ല, ജപ്പാനിലുള്ള ചില യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകാൻ അവിടുത്തെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ വിച്ച് കൺട്രി ദ സ്റ്റുഡൻറ് ഇസ് ചൂസിങ്. അടുത്തത് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആണ്. ഇത് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ചില പ്രോഗ്രാംസിന് മാത്രം ചോദിക്കുന്ന ഒരു സംഭവമാണ്. GRE എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു റിസർച്ച് പ്രോഗ്രാംസിന് പോകുമ്പോൾ ചോദിക്കുന്ന ഒരു എക്സാം ആണ്. പിന്നെ എന്ന് പറയുന്നത് GMAT ആണ്. GMAT കൂടുതൽ US പഠിക്കാൻ പോകുമ്പോഴാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ബിസിനസ് പ്രോഗ്രാംസിന് പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാം ആണ്. ഇതാണ് ഒരു ബേസിക് ആയിട്ട് നമുക്കുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ. ഇനി റിക്വയർഡ് ഡോക്യുമെന്റ്സ്, ദിസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. ഇതാണ് കോമൺ ആയിട്ട് ഓൾമോസ്റ്റ് എന്ത് പ്രോഗ്രാമിന് കൊടുക്കുന്ന സമയത്തും ഈവൻ സ്കോളർഷിപ്പിന് കൊടുക്കുന്ന സമയത്തും നമ്മൾ നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യുന്ന കുറച്ച് ഡോക്യുമെന്റ്സ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് ആണ്, അല്ലെങ്കിൽ മാർക്ക് ലിസ്റ്റ്. കൃത്യമായിട്ടുള്ള നമ്മളുടെ ഓരോ സെമസ്റ്ററിന്റെയും മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ചില സമയത്ത് ഒരൊറ്റ ഇതിൽ തന്നെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവുക. സോ മേ ബി അതായിരിക്കും. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോ സെമസ്റ്ററിന്റെ മാർക്ക് ലിസ്റ്റുകൾ. കൂടുതലും എറാസ്മസ് പ്രോഗ്രാമിന് കൊടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ ഇപ്പം തേർഡ് ഇയർ, ഇപ്പം ബാച്ചിലേഴ്സ് തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് എറാസ്മസ് എലിജിബിൾ ആവാൻ ചാൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് നമ്മളുടെ ഫൈനൽ സെമസ്റ്ററിന്റെ പോലും മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ നമ്മൾ എലിജിബിൾ ആകുള്ളൂ. അപ്പൊ അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. ചില പ്രോഗ്രാം ഇപ്പൊ UK ആണെങ്കിൽ നമ്മളിപ്പോൾ തേർഡ് ഇയർ പഠിക്കുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഇയർ മാസ്റ്റേഴ്സിന് പോകാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ ഒരു 5th സെമസ്റ്റർ വരെ അല്ലെങ്കിൽ 4th സെമസ്റ്റർ വരെയുള്ള മാർക്ക് ലിസ്റ്റ് വെച്ചാൽ മതി. ബട്ട് ഓൺ ദി അതർ ഹാൻഡ് ചില സ്ഥലങ്ങളിൽ ചില പ്രോഗ്രാംസിന് അവർക്ക് നമ്മുടെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സ് വേണം, എന്നാൽ മാത്രമേ നമ്മൾ എലിജിബിൾ ആവുള്ളൂ. അപ്പൊ അത് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്ന് പറയുന്നത് CV അല്ലെങ്കിൽ റെസ്യൂമെ. യൂറോപ്പിലേക്ക് അവർ കൂടുതലായിട്ട് എടുക്കുന്ന ഒരു ഫോർമാറ്റ് ആണ് യൂറോപാസ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. എനിക്ക് ഇതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് CV. പിന്നെ SOP, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് കുട്ടി ചൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തുകൊണ്ട് ഇന്ന യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്തു, എന്തുകൊണ്ട് ഈ കൺട്രി ചൂസ് ചെയ്തു, ഇത്ര കാര്യങ്ങളാണ് ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് പേർപ്പസിൽ വേണ്ടത്. അപ്പം ഇതിപ്പം കൂടുതൽ കുട്ടികൾ ഇപ്പം ഏജൻസിനെയാണ് ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്യുന്നതെന്ന് ഇപ്പം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പൊ പെട്ടെന്ന് SOP എന്നൊക്കെ കേൾക്കുമ്പം എന്താണ് എഴുതേണ്ടതെന്ന് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ്. അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷേ ദിസ് ഇസ് വൺ ഓഫ് ദി ഈസിയസ്റ്റ്. കാരണം നമ്മൾ എന്താണ്, നമ്മളുടെ ഇഷ്ടം എന്താണ്, നമ്മൾ എന്താണ് പഠിച്ചിട്ടുള്ളത്, നമുക്ക് എന്താണ് ആഗ്രഹം, ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പേസ് ആണ് SOP എന്ന് പറയുന്നത്. കൃത്യമായിട്ട് നമ്മളുടെ ഇൻട്രസ്റ്റിനെ കുറിച്ചും നമ്മളുടെ ഇന്റൻഷനെ കുറിച്ചിട്ടും കൊടുക്കണം. അതാണ് SOPയിൽ വരുന്നത്. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഈ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് സ്കോറുകൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ദെൻ കംസ് പാസ്പോർട്ട്, വിസ. വിസ എന്ന് പറയുന്നത് ലാസ്റ്റിലേക്കാണ്, അത് കമ്പൽസറി അല്ല. ഒരു പ്രോഗ്രാമിന് കൊടുക്കുന്ന സമയത്ത് പാസ്പോർട്ട് മാത്രം വെച്ചാൽ മതി. ആൻഡ് ദെൻ കംസ് പ്രൂഫ് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോബ് എക്സ്പീരിയൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ he or she should submit this particular certificate. കാരണം ചില പ്രോഗ്രാമിന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും ഇത്ര വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവണം എന്നുള്ളത്. ഇനി എന്ന് പറയുന്നത് ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ. അത് 2 തരാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് അക്കാഡമിക് റെക്കമെൻഡേഷൻ ഉണ്ട്,
പ്രൊഫഷണൽ റെക്കമെൻഡേഷൻ ഉണ്ട്. അക്കാഡമിക് എന്ന് പറയുമ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റിന്നോ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിൽ നിന്നോ കിട്ടുന്ന ഒരു റെക്കമെൻഡേഷൻ ആണ്. ഇപ്പൊ HOD അല്ലെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രൊഫസറൊക്കെ അസോസിയേറ്റ് പ്രൊഫസറൊക്കെ തരുന്ന ഒരു സംഭവമാണ്. ഒരു കുട്ടീനെ കുറിച്ചിട്ട് ആ കുട്ടി ആ ഒരു സ്കൂളിൽ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെയായിരുന്നു അവരുടെ പെർഫോമൻസ്, പിന്നെ കൂടുതലും കുട്ടിയുടെ ബിഹേവിയർ വെച്ചിട്ടും അക്കാഡമിക് പെർഫോമൻസിനെയും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓൺ ദി അതർ ഹാൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ കുട്ടി ഇന്റേൺഷിപ്പ് ചെയ്ത അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസത്തെ അവിടുത്തെ എംപ്ലോയർ കൊടുക്കുന്ന ഒരു ലൈക്ക് അവരുടെ ആ ഒരു വർക്കിന്റെ ബേസിൽ കൊടുക്കുന്ന ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ ആണ്. ആൻഡ് ദെൻ കംസ് അഡീഷണൽ ആയിട്ട് ചോദിക്കുന്നതാണ് എസ്സേസും പ്രൊജക്ടുകളും. ഇപ്പൊ സോഷ്യൽ സയൻസിലേക്കൊക്കെ പോകാൻ ലൈക്ക് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് കൂടുതലും അവർ നമ്മളുടെ റൈറ്റിംഗ് സ്കില്ലാണ് കൂടുതൽ നോക്കുക. അപ്പൊ എസ്സേസ് സബ്മിറ്റ് ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഈവൻ ആ ഒരു പോയിന്റ് നമുക്ക് നമ്മളുടെ ഫൈനൽ തീസിസ് സബ്മിറ്റ് ചെയ്യാം. ഇനി സയൻസ് സ്ട്രീമിലേക്കൊക്കെ പോകാനാണെങ്കിൽ കൂടുതൽ പ്രൊജക്ടുകൾ വെക്കാനാണ് അവർ ചോദിക്കുക. ഇനി ഇതൊന്നും അല്ലാതെ വരുന്ന CV ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ കറന്റ് 31 അഡീഷണൽ സർട്ടിഫിക്കേഷൻസ് ആണ് എന്റെ പ്രോഗ്രാമിന് പുറമെ ചെയ്തിട്ടുള്ളത്. അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഏതൊരു കുട്ടികളെ മുന്നിൽ വരുമ്പോഴും ഇപ്പൊ CV-യിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യാൻ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ ലൈക്ക് ലേറ്റർ പറയുന്നുണ്ട്. സോ ഇതാണ് റിക്വയർഡ് ആയിട്ടുള്ള മെയിൻ ഡോക്യുമെന്റ്സ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിസ പ്രോസസ്സിംഗ് ആണ്. ദിസ് ഇസ് ലൈക്ക് എല്ലാവരും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന, ഈവൻ എനിക്കും ഭയങ്കര കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു വിസ പ്രോസസ്സിംഗിൽ വരുന്ന കുറച്ച് മെയിൻ സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ ആപ്ലിക്കേഷൻ സബ്മിഷൻ വിത്ത് ദ യൂണിവേഴ്സിറ്റി ഓഫർ ലെറ്റർ. നമുക്ക് വിസ ഫോം ഉണ്ടാകും. വിസ ഫോമിന്റെ കൂടെ നമ്മൾ മെയിൻ ആയിട്ട് വെക്കേണ്ട ഒരു സാധനമാണ് നമ്മളുടെ യൂണിവേഴ്സിറ്റിന്റെ ഓഫർ ലെറ്റർ എന്ന് പറയുന്നത്. കൃത്യമായിട്ട് ഈ ഒരു വിസ ഫോം ഫില്ല് ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിഷന്റെ ഭാഗത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ലോട്ട് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ കൂടുതലും നമ്മൾ കേരളക്കാർക്ക് ഓൾമോസ്റ്റ് എല്ലാ കൺട്രീസിലേക്കും, യൂറോപ്പിലാണ് മെയിൻ ആയിട്ട് എനിക്കറിയാം, ബാക്കിയുള്ള കൺട്രീസിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. ചെന്നൈ, ബാംഗ്ലൂർ, മുംബൈ ആണ് നമുക്ക് വിസ സബ്മിറ്റ് ചെയ്യാനുള്ള സ്ഥലം എന്ന് പറയുന്നത്. സോ പിന്നെ VFS-ലോ അല്ലെങ്കിൽ എംബസിയിലായിരിക്കും അറ്റ് സം പോയിന്റ് നമ്മൾ സ്ലോട്ട് എടുത്തിട്ട് ഡേറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് പോവേണ്ടത്. അതിൽ വിസ ഫോം കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം. അതിൽ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടാകും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ്. അത് കൃത്യമായിട്ട് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം. എസ്പെഷ്യലി അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ടാകണം. പിന്നെ നമ്മളുടെ നാഷണൽ ലെവലിൽ പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനിൽ വെക്കേണ്ട സാധനങ്ങളാണ് നമ്മളുടെ ഫൈനാൻഷ്യൽ ആയിട്ടുള്ള പാസ്പോർട്ടും മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ താഴെ പറയുന്നുണ്ട്. പിന്നെ ഫൈനൽ സ്റ്റെപ്പ് ആയിട്ട് വരുന്നതാണ് വിസ ഇന്റർവ്യൂ എന്ന് പറയുന്നത്. സോ അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ ചില കൺട്രിയിലേക്ക് ബയോമെട്രിക് സബ്മിഷൻ ഉണ്ട്. എനിക്കില്ലായിരുന്നു. എനിക്കൊന്ന് ജർമ്മനിയിലേക്കൊക്കെ പോകാൻ ബയോമെട്രിക് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് വൺ ആണ് വിസ അപ്രൂവ് ആവുമോ അല്ലെങ്കിൽ റിജക്ട് ആവുമോ എന്നുള്ളത്. ഇനി ഇതിന് വേണ്ട കുറച്ച് കീ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് ആണ്. ഒന്ന് അഡ്മിഷൻ ലെറ്റർ, കുട്ടിയുടെ ഓഫർ ലെറ്റർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ വേണ്ടത്. രണ്ടാമത്തത് എന്ന് പറയുന്നത് ഒരു 6 മാസമെങ്കിലും വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൂഫ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇവിടെയാണ് നമ്മൾ ഈ ഒരു 10 ലക്ഷമൊക്കെ ബാങ്ക് ബാലൻസ് കാണിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ കുടുങ്ങുന്നത്. ഏജൻസിനെ അപ്രോച്ച് ചെയ്യുന്നത് ഈ ഒരു മെയിൻ പോയിന്റിന് വേണ്ടിയിട്ടാണ്. ഏറ്റവും കൂടുതൽ കുട്ടികളെ പറ്റിക്കുന്നതും ഈ ഒരു ഏരിയയിലാണ്. ഇപ്പൊ പ്രൂഫ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഇപ്പൊ സ്കോളർഷിപ്പ് കിട്ടുന്ന കുട്ടിയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ആ സ്കോളർഷിപ്പ് എമൗണ്ട് അല്ലെങ്കിൽ ആ സ്കോളർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റ് മാത്രം കാണിച്ചാൽ മതി, വേറെ ഒരു എമൗണ്ടും കാണിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് അക്കോമഡേഷൻ ആണ്. നമുക്കൊരു പ്രോപ്പർ ആയിട്ട് അവിടെ ഒരു സ്റ്റേയും കാര്യങ്ങളും ഉണ്ടെന്നുള്ള കാണിക്കണം. ഈ ഒരു കാരണത്തിന്റെ പേരിൽ ഒരുപാട് ആൾക്കാർക്ക് റിജക്ഷൻ വരലുണ്ട്. സോ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അഡ്മിഷൻ ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് കോപ്പി എടുക്കുന്നതല്ല വേണ്ടത്, മറിച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നേരിട്ട് നമുക്ക് അവർ അയക്കുന്ന അഡ്മിഷൻ ലെറ്റർ ആണ് വേണ്ടത്. അപ്പൊ അത് ലൈക്ക് വിസ എടുക്കുന്നതിന്റെ മുന്നേ തന്നെ യൂണിവേഴ്സിറ്റിനോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യണം, പോസ്റ്റ് ആയിട്ട് അയപ്പിക്കണം. അതിൽ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു, കാരണം എനിക്ക് അറിയില്ലായിരുന്നു ഒറിജിനൽ ആണ് വെക്കേണ്ടത് എന്നുള്ളത്. ആൻഡ് ദെൻ കംസ് ഞാൻ പറഞ്ഞ പോലെ അറ്റസ്റ്റഡ് ആയിട്ടുള്ള അക്കാഡമിക് ട്രാൻസ്ക്രിപ്റ്റും സർട്ടിഫിക്കറ്റ്സും പിന്നെ മെഡിക്കൽ ആസ് വെൽ ആസ് ട്രാവൽ ഇൻഷുറൻസ്. ഇത്രയാണ് വിസയിൽ വേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്. ചില കൺട്രീസിലേക്ക്, ഇപ്പൊ ഞാൻ ഗ്രീസിലേക്ക് നോക്കിയ സമയത്ത് അവര് നമ്മുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടായിരുന്നു. സോ ഇതിൽ ചിലപ്പോൾ ചേഞ്ചസ് ഉണ്ടാവും, ഇത് എന്തായാലും ഉണ്ടാകും. അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ സർട്ടിഫിക്കറ്റ്സ് ചോദിക്കാറുണ്ട്. ഇനി വിസ പ്രോസസ്സിംഗ് നിങ്ങൾക്ക് അറിയായിരിക്കും. നമുക്ക് മെയിൻ ആയിട്ടുള്ള വിസ ടൈപ്സ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് വിസ തന്നെ ഷോർട്ട് ടേം ഉണ്ട്, ലോങ് ടേം ഉണ്ട്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിലൊക്കെ പോകുന്ന കുട്ടിക്ക് ഒരു 6 മാസത്തിന്റെ താഴെ മാത്രം ഒരു കൺട്രിയിൽ പോകുന്ന കുട്ടിക്ക് കൊടുക്കുന്നില്ല, ഇത് ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്ന കുട്ടിക്ക് കൊടുക്കുന്നതാണ് ഷോർട്ട് ടേം. അത് കുറച്ചുകൂടി ഈസിയാണ് കിട്ടാൻ. ഇനി ലോങ് ടേം എന്ന് പറയുമ്പോൾ
മാക്സിമം ഒരു 1 ഇയറിലേക്കൊക്കെയാണ് കിട്ടുക. പിന്നെ അവിടെ പോയതിന് ശേഷം എക്സ്റ്റെൻഡ് ചെയ്യാണ് ചെയ്യുക. അതാണ് സ്റ്റുഡന്റ് വിസ, അല്ലെങ്കിൽ ഒരു ഡി ടൈപ്പ് വിസയാണത്. പിന്നെ ഡിപ്പെൻഡന്റ് വിസ, ഇപ്പം മേ ബി ഫാമിലി മെമ്പേഴ്സോ ഹസ്ബൻഡോ ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇവിടുന്ന് പോകുന്ന ഒരാൾക്ക് ലൈക്ക് ഡിപ്പെൻഡന്റ് വിസ എടുത്തിട്ട് പോവാം. പിന്നെ അല്ലാത്തത് വർക്ക് പെർമിറ്റ് ആണ്. നമ്മളിപ്പോൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഇവിടെ സ്റ്റുഡന്റ് വിസയെ കുറിച്ചിട്ട് തന്നെയാണ്. ലോങ് ടേം സ്റ്റുഡന്റ് വിസയാണ് കൂടുതലും. ഇനി കോമൺ മിസ്റ്റേക്സ് വൈൽ അപ്ലൈങ് ഫോർ വിസ. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിസ ഫോം എന്ന് പറയുന്നത് ഒരുപാട് ഇൻഫോർമേഷൻസ് ഉള്ള ഒരു സംഭവമാണ്. സോ അത് കൃത്യമായിട്ട് എന്താ ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഇൻഫോർമേഷൻ കൊടുക്കുന്നത് കൊണ്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ വിസ റിജക്ഷൻ വരുന്നത്. രണ്ടാമത്തത് ഇൻസഫിഷ്യന്റ് ഫൈനാൻഷ്യൽ പ്രൂഫ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഈ ഒരു ഏജൻസിക്കാർ കൂടുതലും നമുക്ക് എന്താ പറയാ, നമ്മൾ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ടിട്ടല്ല അവര് പിന്നെ നമുക്ക് പ്രൂഫ് തരുന്നത്. അവര് വേറൊരു ബാങ്ക് ആയിട്ട് ടൈപ്പ് ഉണ്ടാകും, എന്നിട്ട് അവർ തരുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെയാണ് നമ്മൾ വെക്കുന്നത്. ഇപ്പൊ അത് ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ട് അങ്ങനെ അവർ ഉണ്ടോ ഇല്ലെന്ന് അവർ വെരിഫൈ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഓൾമോസ്റ്റ് 2 to 3 years എന്തോ നമുക്ക് വിസ ലൈക്ക് യൂറോപ്പിലേക്കൊക്കെ ആണെങ്കിൽ റിജക്ട് ആകും, അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുണ്ട്. ബ്ലാക്ക് ലിസ്റ്റിലാവുന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സോ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇൻആഡക്വേറ്റ് പ്രിപ്പറേഷൻ ഫോർ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അപ്പം എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് ഇറ്റ് വാസ് വെരി സ്മൂത്ത്. അതിൻ്റെ ഒരു കാരണം ഞാൻ പബ്ലിക് യൂണിവേഴ്സിറ്റി ആയിരുന്നു. രണ്ടാമത്തത് എന്ന് പറയുന്നത് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നോട് ആകെ ചോദിച്ചത് ലൈക്ക് കുറച്ച് എക്സ്പെൻസും കാര്യങ്ങളുള്ള ചെറിയ എക്സ്പെൻസ് വരുന്നത് അത് ആരാണ് സ്പോൺസർ ചെയ്യുന്നത് എന്നുള്ളൊരു ഒറ്റ ക്വസ്റ്റ്യനും പിന്നെ ലൈക്ക് ജസ്റ്റ് എൻ്റെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട് ജസ്റ്റ്. പക്ഷേ എൻ്റെ കൂടെ കയറിയിട്ടുണ്ടായിരുന്ന ബാക്കി കുട്ടികൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്നവരോട് ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ ചോദിച്ചിട്ടുണ്ട്. ഈവൻ ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ അവരുടെ പ്രോഗ്രാം പഠിപ്പിക്കുന്ന ഫാക്കൾട്ടീസിന്റെ നെയിം വരെ ചോദിച്ചിട്ടുണ്ട്. സോ എങ്ങനെ വേണമെങ്കിലും അവർ ചോദിക്കാം. സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോകാന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ SOP വീക്ക് ആണെങ്കിൽ ഫോർ ഷുവർ വിസ റിജക്ട് ആകും. നമ്മളെ ഇന്റൻഷൻ, നമ്മളുടെ പേർപ്പസ്, എന്തുകൊണ്ട് നമ്മൾ അവിടെ പോകുന്നു, നമ്മളൊരു ഫ്യൂച്ചർ ഗോളിനെ കുറിച്ച് കൃത്യമായി നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ റിജക്ട് ആകും. പിന്നെ ഒരു SOP എഴുതുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ അവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്ന എഴുതാൻ വേണ്ടി പാടില്ല. നമ്മൾ അവിടെ പഠിച്ചിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം വി വിൽ കം ബാക്ക് ടു ഇന്ത്യ, നമ്മൾ ഇവിടെ വർക്ക് ചെയ്യുന്നുള്ള രീതിയിലാണ് എഴുതേണ്ടത്. ദെൻ ഫേക്ക് അക്കോമഡേഷൻ പ്രൂഫ്, ഇതും ഏജൻസിക്കാരെ വെച്ചിട്ട് ഭയങ്കര പ്രശ്നമാകുന്ന ഒരു കാര്യമാണ് ഫേക്ക് അക്കോമഡേഷൻ പ്രൂഫ് എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി ഇവിടുത്തെ കുട്ടികൾ കൂടുതലും വർക്ക് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഫേക്ക് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് വെക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ ഉമ്മ നടത്തുന്നത് ഒരു ഹോസ്പൈ സെന്റർ ആണ്. അപ്പം നമുക്ക് തന്നെ ഒരുപാട് എൻക്വയറീസ് വരലുണ്ട്, ലൈക്ക് പൈസ തരാ ജസ്റ്റ് ഒരു സർട്ടിഫിക്കറ്റ് തരുമോ. അപ്പൊ അവർ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല, ജസ്റ്റ് അവർക്ക് എന്ത് ചെയ്യണം, പൈസ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പോവുക. ഇപ്പൊ ഞാൻ അടുത്ത് ഒരാളെ കണ്ട സമയത്ത് ഏതോ ഒരു പിന്നെ ഓർഗനൈസേഷൻ ഇതേപോലെ വർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ആൾ ഇസ്രായേലിലേക്ക് എന്തുവാണ് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, അല്ലെ പഠിക്കാനോ ജോബ് ചെയ്യാനോ കൈൻഡ് ഓഫ് പഠിക്കാനെന്ന് എനിക്ക് തോന്നുന്നത് വാട്ടവർ. അപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ എംബസിന്ന് ഇവർ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ ഈ ഒരു NGOനെ വിളിച്ചു. പക്ഷെ അവർ ഫോൺ എടുത്തില്ല. ആ ഒരു പേരിൽ ഈ കുട്ടിക്ക് 2 വർഷത്തേക്കോ 3 വർഷത്തേക്കോ വിസ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതിലേക്ക് വന്നു. സോ ഫേക്ക് വർക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെക്കുന്നത് വലിയൊരു പ്രശ്നമാണ്. ഇത് ഞാൻ നേരത്തെ ലൈക്ക് എനിക്ക് അറിയില്ലായിരുന്നു നമ്മൾ ഇങ്ങനെയാണ് Q&A പ്ലാൻ ചെയ്യുന്നത്, അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തത്, അത് ജസ്റ്റ് ഇഗ്നോർ ചെയ്താൽ മതി. ഓക്കെ, ടൈപ്സ് ഓഫ് സ്കോളർഷിപ്സ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഒരു 6 തരാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡ് സ്കോളർഷിപ്സ് ഉണ്ട്, നീഡ് ബേസ്ഡ് ഉണ്ട്, ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ട്, യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ഉണ്ട്, ഇൻഡസ്ട്രി ആൻഡ് കോർപ്പറേറ്റ് സ്കോളർഷിപ്സ് ഉണ്ട്, NGO ആൻഡ് ട്രസ്റ്റ് സ്കോളർഷിപ്സ് ഉണ്ട്. കൂടുതലായിട്ടും കൊടുക്കുന്ന സ്കോളർഷിപ്സ് എന്ന് പറയുന്നത് മെറിറ്റും ഗവൺമെന്റും യൂണിവേഴ്സിറ്റി സ്പെസിഫിക്കും ആണ്. മെറിറ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ മാർക്കിന്റെ മാത്രം ബേസിൽ കിട്ടുന്ന ഒരു സ്കോളർഷിപ്പാണ്. നീഡ് എന്ന് പറയുന്നത് ഇപ്പം ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ്. പുറം രാജ്യങ്ങളിൽ ഇത് കൂടുതൽ കൊടുക്കുന്നത് റെഫ്യൂജീസിന്, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ബ്ലാക്സിന്, അതുപോലെ തന്നെ അവർ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ ഒരു കോളം. പിന്നെ അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസിഡറേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതാണ് അവർ ഉദ്ദേശിക്കുന്ന നീഡ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്ത്യൻസിന് ഇത് കിട്ടുന്ന ചാൻസസ് ലൈക്ക് ഇറ്റ്സ് വെരി ലെസ്. നമ്മൾ ഈവൻ ദോ നമ്മളുടെ എന്താ പറയാ ഇൻകം വെച്ചാലും അവർ പ്രിഫറൻസ് കൊടുക്കുക കുറച്ചുകൂടി ഈ റെഫ്യൂജീസിലൊക്കെ വരുന്ന കാറ്റഗറിയിലെ കുട്ടിയൊക്കെയാണ്. അടുത്തത് ഗവൺമെന്റ് സ്കോളർഷിപ്പുകൾ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു എല്ലാ കൺട്രിയിലും അറ്റ്ലീസ്റ്റ് 1 സ്കോളർഷിപ്പ് അവർ കൊടുക്കുന്നുണ്ടാകും. ഒരു ഫുള്ളി ഫണ്ടഡ് ആണ് കൂടുതലും ഉണ്ടാവുക. പിന്നെ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്പ്, അത് ഓൾമോസ്റ്റ് എല്ലാ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും എനിക്കറിയില്ല. പബ്ലിക് യൂണിവേഴ്സിറ്റികൾക്ക് എന്തായാലും യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന 3 or 4 സ്കോളർഷിപ്പ് ഉണ്ടാവും. ഈവൻ കോഴ്സ് സ്പെസിഫിക് ആയിട്ടുള്ള സ്കോളർഷിപ്സ് വരെ ഉണ്ടാവാറുണ്ട്. ദെൻ കംസ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ കോർപ്പറേറ്റ്, ഇത് വലിയ വലിയ കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന സ്കോളർഷിപ്സ് ഉണ്ട്. അതേപോലെ തന്നെ NGOസും ട്രസ്റ്റുകളും കൊടുക്കുന്ന സ്കോളർഷിപ്സ് ഉണ്ട്.
ഞാൻ ജസ്റ്റ് കുറച്ച് സ്കോളർഷിപ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനത് വായിക്കുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. ഇപ്പൊ US വരുന്ന കുറച്ച് ടോപ്പ് സ്കോളർഷിപ്സ് ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഇതിൽ കൂടുതൽ ഞാൻ പറയുന്നത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്പ് ആണ്. ഇപ്പൊ ഇവിടെ കാണാം മിയാമി, ബഫെല്ലോ പോലത്തെ ഫ്ലോറിഡയിലൊക്കെ യൂണിവേഴ്സിറ്റി തന്നെ കൊടുക്കുന്ന സ്കോളർഷിപ്സ് ഉണ്ട്. ഓൺ ദി അതർ ഹാൻഡ് EWC, AAUW എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ കോമൺ ആയിട്ട് വരുന്ന സ്കോളർഷിപ്സ് ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ഓർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക, ഫോട്ടോ എടുക്കുക, വാട്ട് എവർ യു ക്യാൻ ഡു. Mac, no, we can share that slide. No problem. We can share ഓക്കെ that. പെർഫെക്റ്റ്. ഓക്കെ, ഇത്ര അല്ലോട്ടുള്ളത്, ഞാൻ കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. പിന്നെ UK നമുക്കറിയാം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും പോകുന്ന ഒരു പ്ലേസ് ആണ്, ലൈക്ക് കൺട്രിയാണ്. അവിടെ വരുന്ന ടോപ്പ് സ്കോളർഷിപ്പ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഷെവനിങ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ആണ്. ഇറ്റ്സ് ലൈക്ക് വെരി ഹാർഡ് ടു ഗെറ്റ് ഇൻ. കാരണം വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം നന്നായിട്ട് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. ഞാനിത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ വർക്ക് എക്സ്പീരിയൻസിന്റെ തന്നെ ലൈക്ക് കാൽക്കുലേഷൻസിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നതിന്റെ പേരിൽ ലൈക്ക് എനിക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ഗ്രേഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് പിന്നെ ഇതും ഓൾമോസ്റ്റ് എല്ലാ UK യൂണിവേഴ്സിറ്റീസും കൊടുക്കുന്ന ഒരു നല്ലൊരു സ്കോളർഷിപ്പാണ്. റോഡ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള വൺ ഓഫ് ദി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്കോളർഷിപ്പാണ്. പിന്നെ ഫെലിക്സ് ഉണ്ട്, ഫെലിക്സ് സ്കോളർഷിപ്പ്. ഗേറ്റ്സ് കേംബ്രിഡ്ജ് സ്കോളർഷിപ്പ് ഉണ്ട്. സ്റ്റെം സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്ത് ഈ ഒരു ഏരിയയിലേക്ക് പോകുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ആണ്. അതേപോലെ തന്നെ ഓക്സ്ഫോർഡ് ആൻഡ് കേംബ്രിഡ്ജ് സൊസൈറ്റി ഇന്ത്യ സ്കോളർഷിപ്പ്. ഇതാണ് കുറച്ച് ടോപ്പിൽ വരുന്ന. ഇതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന വേറൊന്നാണ് കോമൺവെൽത്ത്. ഞാൻ അത് ആഡ് ചെയ്യാൻ വിട്ടു. ഇതാണ് കോമൺവെൽത്ത്. അത് UK മാത്രമല്ല US വരുന്ന ഒരു സ്കോളർഷിപ്പ് ആണ്. ദെൻ ഓസ്ട്രേലിയക്ക് വരുന്ന ഒരു കോമൺ സ്കോളർഷിപ്പ് ആണ് ഓസ്ട്രേലിയ അവാർഡ് സ്കോളർഷിപ്പ്. ഇന്ത്യ വാസ് എലിജിബിൾ ഫോർ ദി സ്കോളർഷിപ്പ്, ബട്ട് ഇപ്പോഴും എലിജിബിൾ ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ക്വസ്റ്റ്യൻ ആണോ അതോ അൺമ്യൂട്ട് ആയതാണോ? ആരാണ് ഐഫോൺ? ഹലോ, ഐഫോൺ പേരെഴുതി ആരാണ്? സൗണ്ട് ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഓക്കെ, പിന്നെ വരുന്നതാണ് ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആണ്. നമ്മുടെ മെൽബൺ യൂണിവേഴ്സിറ്റി ഓസ്ട്രേലിയയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ഒരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിനുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ സിഡ്നി യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ഉണ്ട്. പിന്നെ എൻഡവർ പോസ്റ്റ് ഗ്രാജുവേറ്റ് എന്ന് പറയുന്നത് അതും ഒരു കോമൺ സ്കോളർഷിപ്പ് ആണ്. യൂറോപ്പിലേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എറാസ്മസ് സ്കോളർഷിപ്പ് ആണ് ഏറ്റവും ടോപ്പിൽ വരുന്ന സ്കോളർഷിപ്പ്. അത് ഓൾമോസ്റ്റ് എല്ലാ ലൈക്ക് ഫീൽഡുകളും കവർ ചെയ്യുന്നുണ്ട്, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീൽഡുകളാണ്. പിന്നെ ഡാഡ് സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് അത് ജർമ്മനിയിൽ പഠിക്കാൻ പോകുന്നവർക്കുള്ളതാണ്. പിന്നെ എയ്ഫൽ എക്സലൻസ് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് അത് ഫ്രാൻസിലേക്കുള്ളതാണ്. പിന്നെ ഇറ്റാലിയൻ ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ട്, ബെൽജിയം ഗവൺമെന്റ് സ്കോളർഷിപ്പ് ഉണ്ട്. സ്റ്റൈപ്പൻഡിയം ഹംഗേറിയം എന്ന് പറയുന്നത് ഹംഗറിയിലേക്കുള്ള സ്കോളർഷിപ്പ് ആണ്. അയർലൻഡ് ഗവൺമെന്റ് പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാം ഉണ്ട്. റൊമേനിയ ഗവൺമെന്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്വിറ്റ്സർലൻഡിലേക്കും ഉണ്ട്. ഇത്ര മാത്രമല്ല, ലൈക്ക് വെരി ലോങ് ലിസ്റ്റ് ഉണ്ട്. സോ ഇതാണ് ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തതാണ്. ആൻഡ് അതർ സ്കോളർഷിപ്സ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് ലൈക്ക് ഓൾമോസ്റ്റ് ഇപ്പം കാണുന്നൊരു ട്രെൻഡാണ്. ജപ്പാൻ, സിംഗപ്പൂർ, മിഡിൽ ഈസ്റ്റ് ഒക്കെ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും ചൂസ് ചെയ്യുന്നുണ്ട്. സോ ജപ്പാനത്തെ വൺ ഓഫ് ദ ടോപ്പ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് ആണ് മെക്സിറ്റ് സ്കോളർഷിപ്പ്. വേറൊന്നാണ് ഹൊഞ്ചോ ഇന്റർനാഷണൽ സ്കോളർഷിപ്പ്. ഇതല്ലാതെ സിംഗപ്പൂർ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു നാഷണൽ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി. ഞാൻ IR വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ അവർ കൊടുക്കുന്ന ഒരു വേറൊരു സ്കോളർഷിപ്പാണ്. അത് യൂണിവേഴ്സിറ്റി സ്പെസിഫിക് അല്ല, ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. സിംഗപ്പൂർ ഇന്റർനാഷണൽ ഗ്രാജുവേറ്റ് അവാർഡ് എന്ന് പറയുന്നത് അതൊരു ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ്. പിന്നെ ഖത്തറിലേക്കാണെങ്കിൽ ദോഹ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കുള്ള ഒരു പിന്നെ മാസ്റ്റേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ലുസൈൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അണ്ടർ ഗ്രാജുവേറ്റ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് ഉണ്ട്. ഇനി അതല്ല സൗദി അറേബ്യയിലേക്കുള്ള സ്കോളർഷിപ്പ് ഉണ്ട്, ഒരു പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇനി തായ്ലൻഡിലേക്ക് വിസ്തെക് സ്കോളർഷിപ്പ് എന്ന് പറയുന്ന ഒരു കോമൺ സ്കോളർഷിപ്പ് ഉണ്ട്. ഇനി ഇതല്ല കാനഡയിലേക്കാണെങ്കിൽ ടൊറോണ്ടോ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സ്പെസിഫിക് സ്കോളർഷിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊറിയയിലേക്കാണെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്ലോബൽ കൊറിയ സ്കോളർഷിപ്പ് ഉണ്ട്. ഇനി അതല്ല യൂണിവേഴ്സിറ്റി സ്പെസിഫിക് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി സ്കോളർഷിപ്പ് കൊറിയ. ഇതാണ് കുറച്ച് എക്സാമ്പിൾസ്. ഇനി ഇതൊന്നും അല്ലാതെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് മാത്രമല്ല ഇന്ത്യയിലെ ട്രസ്റ്റുകളൊക്കെ കൊടുക്കുന്ന കുറച്ച് ടോപ്പിൽ വരുന്ന ഒരു 4 സ്കോളർഷിപ്പാണ്. ഒന്ന് ഇൻലാക് ശിവദാസിനി സ്കോളർഷിപ്പ്. ഇത് ഏകദേശം 80 ലക്ഷമാണ് അവർ കൊടുക്കുന്നത് ഒരൊറ്റ കുട്ടിക്കായിട്ട്. 80 ലക്ഷത്തിന്റെയാണ് സ്കോളർഷിപ്പ് കൊടുക്കുന്നത്. പിന്നെ നാഷണൽ ഓവർസീസ് സ്കോളർഷിപ്പ് ഉണ്ട്. ലേഡി മെഹ്റാബായി ടേറ്റ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് ഉണ്ട്. അതേപോലെ തന്നെ JN ടേറ്റ എൻഡോവ്മെന്റ് സ്കോളർഷിപ്പ്. ഇതിൽ ഏതോ ഒന്ന് എനിക്ക് തോന്നുന്നു മാനേജ്മെന്റ് പഠിക്കാൻ പോകുന്നവർക്ക് മാത്രമാണ്, ബിസിനസ് പഠിക്കാൻ പോകുന്നവർക്ക് മാത്രമായിട്ട് കൊടുക്കുന്നതാണ്. ഐ തിങ്ക് 3rd or 4th ഏതോ ഒന്ന്. ഇനി most important point, the main mistake students make while applying for a
like to study in abroad. ആദ്യം തന്നെ പുവർ റിസർച്ച് ഓർ റിലൈങ് ഓൺ അൺവെരിഫൈഡ് കൺസൾട്ടൻസി. ഈ ഒരു പോയിന്റിലാണ് ഞാൻ ലൈക് കംപ്ലീറ്റ്ലി എംഫസൈസ് ചെയ്യുന്നത്. നമുക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങൾ ബട്ട് എന്തോ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയിട്ടോ അല്ലെങ്കിൽ മടി കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസൾട്ടൻസീസിനെ അപ്രോച്ച് ചെയ്തിട്ട് അവര് പറഞ്ഞു തരുന്ന കുറച്ച് കൺട്രീസ്, അവർക്ക് നമ്മളെ ക്യാൻവാസ് ചെയ്തിട്ട് അവർ പറഞ്ഞു തരുന്ന യൂണിവേഴ്സിറ്റീസ് കൺട്രീസ് മാത്രമാണ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 80% കുട്ടികളും ചൂസ് ചെയ്യുന്നത്. ഒരു 20% മാത്രമാണ് സ്വന്തമായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയിട്ട് അവർ മാത്രം എഫേർട്ട് ഇട്ടിട്ട് പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഐ മീൻ ലൈക്ക് ഒരു ആപ്ലിക്കേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എവിടെയാണ് പോകുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത് എന്നുള്ള കുറച്ചുള്ള ബേസിക് ഐഡിയ നമുക്കില്ലാതെ പോകുമ്പോൾ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് വീക്ക് SOP അല്ലെങ്കിൽ LOR എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഏജൻസി ആയിരിക്കും കൂടുതൽ നിങ്ങൾ പറഞ്ഞ പോലെ SOP അല്ലെങ്കിൽ ഈ LOR ഒക്കെ എഴുതി തരുന്നത്. ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ പല ഫ്രണ്ട്സും അവരുടെ SOP കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ ഏജൻസി വഴി പോകുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ കണ്ടൊരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഈ ഏജൻസീസിനൊക്കെ അവർ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ് ഉണ്ട്. അപ്പം എല്ലാ കുട്ടികൾക്കും അവർ ആ സെയിം ടെംപ്ലേറ്റ് ആണ് ഫോളോ ചെയ്യുന്നത്. അവർ മാറ്റുന്നത് എന്ത് മാത്രമാണെന്ന് വെച്ചാൽ പേര്, കോഴ്സ്, ഈ സ്കില്ലുകളാണെങ്കിലും വേറെ പല മെയിൻ ആയിട്ട് നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാവരും സെയിം തന്നെയാണ്. അതുകൊണ്ടാണ് SOP കൂടുതലും വീക്ക് ആവുന്നതും റിജക്ഷനിലേക്ക് വരുന്നതും. LORും ഇതേപോലെ തന്നെ. ഇപ്പം പല കുട്ടികൾക്കും പല കഴിവായിരിക്കും, പക്ഷെ ഇവര് ഒരു കോമൺ ആയിട്ട് അവർക്ക് ഒരു ടെംപ്ലേറ്റ് ഉണ്ട്, അത് തന്നെയാണ് അവർ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് മിസ്സിംഗ് ഡെഡ് ലൈൻസ് അല്ലെങ്കിൽ ലേറ്റ് സ്റ്റാർട്ട്. കൂടുതൽ കുട്ടികളും ഇപ്പം ഒരു പ്രോഗ്രാമിന് ഇപ്പം സെപ്റ്റംബറിൽ തുടങ്ങുന്ന പ്രോഗ്രാം ആണെങ്കിൽ ചിലപ്പോൾ ഓഗസ്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ജൂലൈയിലായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തന്നെ തുടങ്ങുക. ഞാൻ എൻ്റെ ലൈക്ക് ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോൾ തൊട്ടിട്ട് ഞാൻ ഇതിന്റെ പുറകിലുണ്ട്. സോ ലൈക്ക് 1.5 വർഷമാണ് ഞാൻ ഇതിന്റെ പുറകിൽ നടന്നിട്ടുള്ളത്. സോ മിനിമം അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈം മാറ്റി വെക്കണം, അല്ലെങ്കിൽ ഒരു 6 months എങ്കിലും നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം എന്നാണ് ഞാൻ പറയുക. കാരണം ടെസ്റ്റ് സ്കോറുകൾ ചെയ്യാനുണ്ട്, ബാക്കി ഇതുപോലത്തെ ഓരോ ഡോക്യുമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അടുത്തത് എന്ന് പറയുന്നത് ഇൻസഫിഷ്യന്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് ഫൈനാൻഷ്യൽ ഡോക്യുമെന്റേഷൻ. അത് കുറച്ചുകൂടെ ബിസി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ എന്ന് പറയുന്നത് ഓവർ എംഫസൈസ് ഓൺ റാങ്കിങ്, ഇഗ്നോറിംഗ് ഫിറ്റ് ആൻഡ് കോസ്റ്റ്. കൂടുതൽ ടോപ്പ് റാങ്കിങ് ഉള്ള യൂണിവേഴ്സിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക, മറിച്ച് അവിടുത്തെ കോസ്റ്റുകൾ കാര്യങ്ങളൊക്കെ അവർ ഇഗ്നോർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ്. പിന്നെ എന്ന് പറയുന്നത് ഇഗ്നോറിംഗ് വിസ റൂൾസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രാജ്യങ്ങളിലും പല വിസ റൂൾസ് ആണ്. സോ അത് മനസ്സിലാക്കാതെയാണ് കൂടുതൽ കുട്ടികളും ചില കൺട്രിയിൽ കൊടുക്കുന്നത്. സോ അത് കുറച്ച് പ്രശ്നങ്ങളിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട് നോക്കുന്നില്ല, അതുപോലെ തന്നെ പഠിച്ചതിന് ശേഷമുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടും കൂടുതൽ റിസർച്ച് ചെയ്യുന്നില്ല എന്നുള്ളത്. പിന്നെ എന്ന് പറയുന്നത് ഇൻആഡക്വേറ്റ് പ്രൂഫ് ഓഫ് പർപ്പസ് ഓർ ഇൻകൺസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ സ്റ്റോറി. അതും കുറച്ചുകൂടെ SOP ആയിട്ട് റിലേറ്റഡ് ആയിട്ട് തന്നെയാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അവിടെ പഠിക്കാൻ പോകുന്നതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാത്തതാണ് ഒരു കാരണം. പിന്നെ അണ്ടർ എസ്റ്റിമേറ്റിംഗ് നോൺ അക്കാഡമിക് ചാലഞ്ചസ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലൈമറ്റ്, ഹെൽത്ത്, ഹൗസിംഗ്, ഇൻഷുറൻസ് പോലത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നല്ലൊരു ഐഡിയ ഉണ്ടാവണം. കാരണം ഇപ്പം യൂറോപ്പിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് വയ്യാണ്ടായാൽ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ മാസങ്ങളൊക്കെയാണ് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ ഒരു 15 days എങ്കിലൊക്കെ എടുക്കാറുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന് ആൾക്ക് ഫുട്ബോൾ കളിച്ചിട്ട് കാല് ലൈക്ക് പ്രശ്നമായി, 1 മാസത്തിന്റെ അടുത്താണ് ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതുപോലത്തെ കാര്യങ്ങൾ. പിന്നെ ഹൗസിംഗ് ക്രൈസിസ് ഒക്കെ ചില കൺട്രീസിൽ ഭയങ്കര കൂടുതലാണ്. അപ്പൊ അവിടെ പോയതിനു ശേഷം പെടാൻ പാടില്ല, അല്ലെങ്കിൽ ഭയങ്കര ഹൈ എന്താ പറയാ എക്സ്പെൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പൊ ഇത് കൃത്യമായിട്ടൊക്കെ നോക്കുക. പിന്നെ റിലൈങ് ഓൺ അൺവെരിഫയബിൾ ഗ്യാരണ്ടീഡ് വിസ പ്രോമിസസ്. ഇതും ഏജൻസി ആയിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു കാര്യമാണ് വിസ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള. വലിയൊരു എമൗണ്ട് കുട്ടികളെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കുന്നു. ഈ എമൗണ്ട് എന്തിനു വേണ്ടിയിട്ട് വാങ്ങി വെക്കുന്നതെന്ന് വെച്ചാൽ ഈ സ്ലോട്ട് എന്ന് പറയുന്ന ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വലിയൊരു എമൗണ്ട് കുട്ടികളെ കയ്യിൽ നിന്ന് ഇവർ വാങ്ങുന്നത്. സോ അത് അൺവെരിഫയബിൾ ആയിട്ടുള്ള ഇതേപോലത്തെ എന്താ പറയുക ഏജൻസീസിന്റെ പുറകിൽ പോയിട്ട് അവരുടെ വിസ പ്രോസസ്സിംഗിൽ പെട്ടിട്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ആൻഡ് ഫൈനലി ഫെയിലിംഗ് ടു അപ്ലൈ ഫോർ സ്കോളർഷിപ്സ് ഓർ അസിസ്റ്റൻഷിപ്സ്. ഇപ്പം ഇങ്ങനെ ഒരുപാട് സ്കോളർഷിപ്സ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പല ആളുകൾക്കും ഐഡിയ ഇല്ല. പിന്നെ ഇങ്ങനെ ലോൺ എടുക്കുന്നു, പോകുന്നു, പഠിക്കുന്നു, പാർട്ട് ടൈം ചെയ്യുന്നു. ആ ഒരു എന്താ പറയാ ഒരു പാറ്റേൺ ആണ് ഓൾമോസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്യുന്നത്. സോ കുറച്ചുകൂടെ നമ്മൾ അവയർനെസ് കൊടുക്കേണ്ടത് ഇതേപോലത്തെ സ്കോളർഷിപ്സ് ഉണ്ട്, അസിസ്റ്റൻഷിപ്സ് ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ആൻഡ് റിലയബിൾ സോഴ്സസ്. നമ്മൾ ഓൾമോസ്റ്റ് ലൈക്ക് കൺക്ലൂഷനിലേക്ക് വരികയാണ്. പിന്നെ ഇതിൽ ഞാൻ 4 മെയിൻ സോഴ്സസ് ആണ് പറയുന്നത്. ഒന്ന് ഒഫീഷ്യൽ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ്.
എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ഉണ്ടാവും. ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ഒരു മെയിൽ ID കൊടുത്തിട്ടുണ്ടാകും, അതിലേക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഒരു എന്താ പറയുക 1 വീക്കിനുള്ളിലൊക്കെ എന്തായാലും റെസ്പോൺസ് കിട്ടും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെന്റ് അല്ലെങ്കിൽ എംബസി പോർട്ടൽ. കൂടുതൽ വിസനെ കുറിച്ചിട്ടോ ഗവൺമെന്റ് സ്കോളർഷിപ്പിനെ കുറിച്ചോ അറിയണമെങ്കിലും ഇതേപോലെ തന്നെ ഇവരുടെ പോർട്ടൽസിൽ ചെക്ക് ചെയ്യുക. അതിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ ചെയ്യുക. അലുമിനി നെറ്റ്വർക്ക്സ്, ലിങ്ക്ഡിൻ നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി കുട്ടികളോട് പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത് നോക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് പെർട്ടിക്കുലർ പ്രോഗ്രാം പെർട്ടിക്കുലർ യൂണിവേഴ്സിറ്റി ചെയ്യുന്ന കുട്ടികളെ ജസ്റ്റ് സെർച്ച് ചെയ്യുക. അത് കീവേഡ്സ് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് സോർട്ട് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലിങ്ക്ഡിനിൽ കിട്ടും. സോ അത് നോക്കുക. ആൻഡ് ഫൈനലി റാങ്കിങ് നോക്കാൻ കുറച്ചുകൂടെ QS, THE അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ റാങ്കിങ്ങിലേക്ക് കൂടുതൽ ലൈക്ക് നോക്കുക. ഫൈനലി ഇപ്പൊ CV ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കുട്ടികൾക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടോപ്പ് ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോംസ് ആണ്. ഒന്ന് കൊസേറ, ഇറ്റ്സ് ലൈക്ക് വെരി ലൈക്ക് കോമൺ. യുഡേമി ഉണ്ട്, ലിങ്ക്ഡിൻ ലേണിംഗ് ഉണ്ട്, എഡെക്സ് ഉണ്ട്, അലിസോൺ, യുഡേസിറ്റി, സ്കിൽ ഷെയർ, ഡുവലിങ്കോ എന്ന് പറയുന്നത്. പിന്നെ സർട്ടിഫിക്കേഷൻ കിട്ടില്ല, പക്ഷെ നമുക്ക് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ആൻഡ് ഇതാണ് ഞാൻ ഓൾമോസ്റ്റ് ചെയ്ത കോഴ്സുകളൊക്കെ ഇതിൽ നിന്നാണ്. UN ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോം ഇത് വളരെ ഫ്രീ ആയിട്ടുള്ള കോഴ്സുകളാണ്. ലൈക്ക് മേ ബി ഒരു 3 hour 4 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ വരെ ഉണ്ട്. സോ ഡിഫറെന്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ വൈഡ് വെറൈറ്റി ഓഫ് കോഴ്സസ് ആണ്. ഈവൻ നിങ്ങൾ കൗൺസിലേഴ്സിനും ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല കോഴ്സുകളുണ്ട്. ആൻഡ് ഓക്കെ, ഇനി സ്കോളർഷിപ്സിനെ കുറിച്ചിട്ടോ ഇന്റേൺഷിപ്സിനെ കുറിച്ചിട്ടോ ഫെലോഷിപ്സിനെ കുറിച്ചിട്ടോ ഇനി കോൺഫറൻസിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് കിട്ടണമെങ്കിൽ ഞാൻ പറയുന്ന ഒരു മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് സ്കോളർഷിപ്പ് കോർണർ എന്ന് പറയുന്നതാണ്. അവരുടെ തന്നെ ഇൻസ്റ്റഗ്രാം പേജും ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് മാത്രം ഫോളോ ചെയ്താൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്കോളർഷിപ്സിനെ കുറിച്ചിട്ടും ഇതേപോലത്തെ കോൺഫറൻസിനെ കുറിച്ചിട്ടും ഇന്റർനാഷണൽ സമ്മിറ്റുകളെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇതല്ലെങ്കിൽ സ്കോളർഷിപ്പ് റീജിയൻ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. പിന്നെ വേറെ വരുന്നത് iSchoolConnect.com ആണ്. വേറൊന്ന് ലീപ് സ്കോളർ ആണ്. ഇതൊന്നുമല്ല, ഞാൻ ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ സ്കോളർഷിപ്പ് കോർണർ മാത്രം ഫോളോ ചെയ്താൽ മതി. ഞാൻ അതൊരൊറ്റൊന്നാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് ഒത്തന്റിക് ആയിട്ട് ലൈക്ക് കണക്കാക്കുന്ന ഒരു വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് തന്നെ എനിക്ക് ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞാൻ അതിലത്തെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയിട്ട് കൃത്യമായിട്ട് അത് ചെക്ക് ചെയ്തതിന് മാത്രമാണ് അത് അപ്ലൈ ചെയ്യാറുള്ളത്. സോ ജസ്റ്റ് ഇൻഫോർമേഷൻ നിന്ന് കിട്ടും. അത് നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് മാത്രം അത് കൺഫേം ചെയ്യുക, അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്നുള്ളത്. അത്രയാണ് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാനാണ് എനിക്ക് തോന്നുന്നത്. ഹലോ, യെസ് ഡിസ്കഷനിലേക്ക് പോവാം. പറയൂ ഫാത്തിമ, അതൊന്ന് ഷെയറിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ?